കൊരിന്ത്യർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകും. എല്ലാവരും ചേർന്ന് പറയാമോ? ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകും. ഒന്നുകൂടെ പറഞ്ഞാട്ട്: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകും. 23-ാമത്തെ വാക്യം. 23-ാമത്തെ വാക്യം: ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 2-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം: ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു. അതുകൊണ്ട് അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു 1:17: സ്നാനം കഴിപ്പിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാൻ എന്നെ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാനും. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്ന വാക്കുകളാണ് നാം വായിച്ചത്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തിയാണ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തിയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഗാനശുശ്രൂഷ നടത്തുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രിയ മോളമ്മ സഹോദരി ഉൾപ്പെടെയുള്ള എല്ലാ കൊയറംഗങ്ങൾ, അവരെല്ലാം ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളൊക്കെ കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തിയാണെന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. എന്താണ് ക്രൂശ്? എന്തിനു വേണ്ടിയാണ് ക്രൂശിതൻ നമുക്ക് വേണ്ടി മരിച്ചത്? നമുക്ക് പകരക്കാരനായിട്ട് ക്രിസ്തു ക്രൂശിൽ മരിക്കുകയാണ്. അതുകൊണ്ട് ക്രൂശിൻ്റെ സുവിശേഷത്തെ ഏറ്റവും ലളിതമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് പിതാവാം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ഈ പ്രപഞ്ചം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നു. ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിക്കുകയാണ്. സൃഷ്ടിച്ചതിന് ശേഷം ഈ പ്രപഞ്ചം അത് വെള്ളത്താൽ മൂടപ്പെട്ടു എന്ന് കാണും. അതിനിടയ്ക്ക് വലിയ വർഷങ്ങളുടെ ഗ്യാപ്പുകളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ വിഷയങ്ങളല്ല എൻ്റെ വിഷയം. എങ്കിലും ദൂതന്മാർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം പിന്നത്തേതിൽ അത് പാഴും ശൂന്യമായി പോകുന്നു. ദൈവം അതിനെ വെള്ളത്താൽ സൂക്ഷിക്കുന്നു, ആത്മാവിനാൽ പരിവർത്തിക്കപ്പെടുന്നു. വീണ്ടും ആ പ്രപഞ്ചം, ആ ഭൂമി റിക്രിയേറ്റ് ചെയ്യുകയാണ്. മനുഷ്യന് വേണ്ടി ദൈവം റിക്രിയേറ്റ് ചെയ്ത് പുനഃസൃഷ്ടി നടത്തി മനുഷ്യനെ അതിലാക്കി വെക്കുന്നു. മനുഷ്യനെ അതിലാക്കി വെക്കുമ്പോൾ കാണുന്നുണ്ട്, ദൈവം തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതെന്ന് കാണാൻ കഴിയും. എന്താണ് ദൈവത്തിൻ്റെ സാദൃശ്യം? സാദൃശ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്, ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ മനുഷ്യനുണ്ട്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവം എന്താണ്? ദൈവം സ്നേഹമാണ്. യോഹന്നാൻ പറയുന്ന ഒരു ഒറ്റ വാക്കിൽ ദൈവത്തെ കാച്ചി കുറുകി ദൈവത്തിൻ്റെ എന്താണോ ദൈവത്തിൻ്റെ സത്ത പറയുന്നുണ്ട്. ഗോഡ് ഈസ് ലവ്. ദൈവം എന്താണ്? സ്നേഹമാണ്. അപ്പോൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും ഉള്ള കഴിവുകളോടുകൂടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ മെടഞ്ഞിട്ട് അവൻ്റെ മൂക്കിൽ എന്തൂതി? ജീവശ്വാസം ഊതി. മൂക്കിൽ ശ്വാസം പതിക്കുക. ദൈവത്തിൻ്റെ ശ്വാസം, പരിശുദ്ധ റൂഹ, ദൈവത്തിൻ്റെ കാറ്റ്, ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ മേൽ സന്നിവേശിപ്പിക്കുന്നു. ആ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആ മനുഷ്യനെ അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതണമെങ്കിൽ ദൈവത്തിൻ്റെ ചുംബനം, ദൈവത്തിൻ്റെ മൂക്ക്, ദൈവത്തിൻ്റെ ശ്വാസം, ദൈവത്തിൻ്റെ ചുടുചുംബനം മനുഷ്യൻ്റെ മേൽ പതിഞ്ഞു. അപ്പോൾ അവൻ ആരായി? ജീവനുള്ള ദേഹിയായി തീർന്നു. അങ്ങനെ കാണുകയാണ്. അങ്ങനെ ജീവനുള്ള ദേഹിയായി തീർന്ന മനുഷ്യന് 3 അവസ്ഥകളാണ്. ദേഹം, ദേഹി, ആത്മാവാണ്. ദേഹം മനുഷ്യൻ്റെ പേടകമാണ്. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത എന്ന് നാം വായിക്കുന്നുണ്ട് വേദപുസ്തകത്തിൽ. അപ്പം ദേഹം 2 ദേഹിയാണ്. അതുപോലെ തന്നെ ആത്മാവ് ദൈവാംശം, ദേഹിമണ്ഡലം, നമ്മുടെ യുക്തിചിന്ത, തീരുമാനശേഷി, നമ്മുടെ വിവേചന അധികാരം, ഇതെല്ലാം കൂടെ പെടുന്ന ആ മണ്ഡലത്തെയാണ് ദേഹി എന്ന് വിളിക്കുക. അങ്ങനെ പ്രാണൻ, ദേഹം, ദേഹി, ആത്മാവോട് കൂടെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും വിവേചന ശക്തിയൊക്കെ ഉള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. വചനം പറയുന്നു, അവൻ മനുഷ്യനെ ദൈവത്തെക്കാൾ
അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ എന്ത് ചെയ്തു? അണിയിച്ചു. ദൈവം മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. അങ്ങനെ തേജസ്സാൽ ബഹുമാനത്താൽ അണിയിക്കപ്പെട്ട മനുഷ്യൻ ഏതെൻ്റെ തോട്ടത്തിൽ ദൈവമാക്കി വെക്കുക. അത് ആ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നു. മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കുന്ന അന്നല്ലെന്ന് കണ്ട് ദൈവം അവന് തക്കതായ ഒരു തുണിയെ കൊടുത്തു എന്ന് കാണുന്നു. അങ്ങനെ ആ തുണിയെ കണ്ടപ്പോഴാണ് അവൻ പാടുന്നൊരു പാട്ടുണ്ട്, ഇവളെൻ്റെ അസ്ഥിയിൽ നസ്തിയും. ലോകത്തിലെ ആദ്യത്തെ കാവ്യം അതാണ്, ആദം പാടിയതാണ്. ഹൗവയുടെ മുമ്പിൽ ഇന്നുകൊണ്ട് പാടി, ഇവളെൻ്റെ അസ്ഥിയാണ്, ഇവളെൻ്റെ മാംസമാണ്. എന്താണ് ആ പാടിയൻ്റെ അർത്ഥം? ഇത്രയേ ഉള്ളൂ. അസ്ഥി എന്തിനെ കാണിക്കുന്നു? അസ്ഥി എന്തിനെ കാണിക്കുക? ഹലോ, അസ്ഥി എന്തിനെ കാണിക്കുന്നു? അസ്ഥി ശക്തിയെ കാണിക്കുകയാണ്, അല്ലേ? അസ്ഥി ശക്തിയാണ്. മാംസം ബലഹീനതയാണ്. ഇവളെൻ്റെ അസ്ഥിയാണ്, ഇവളെൻ്റെ ശക്തിയാണ്, ഇവളെൻ്റെ ബലഹീനതയാണെന്നാണ് ആദം പറഞ്ഞത്. അതാണ് അതിൻ്റെ സത്യം. ഒരു പരിധി വരെ അത് സത്യവുമാണ്. പക്ഷേ ഈ അച്ചായന്മാരത് സമ്മതിക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. സമ്മതിക്കുന്ന അവൾ ചത്തുപോയി കഴിയുമ്പോഴാണ്. ചാകുന്നതിന് മുമ്പ് അത് പറഞ്ഞായിരുന്നെങ്കിൽ അവൾ ഉടനെ ഒന്നും ചാകത്തില്ലായിരുന്നു. ഇവളെൻ്റെ അസ്ഥിയ അല്ല അച്ചായ, അവളെൻ്റെ ശക്തിയല്ലേ. ഇളകുറ്റൂരെ ആണുങ്ങൾ ഭയങ്കര പൗരുഷമുള്ളവരാണ്, ശക്തിയുള്ളവരാണ്, ആത്മാഭിമാനമുള്ളവരാണ്, ഏത് കാര്യത്തിലും ചാടി വീഴുന്നവരാണ്, മിടുക്കരാണ്. അതിന് ഞങ്ങൾക്ക് സാക്ഷി ഞങ്ങളുടെ ശിബിയാണ്. എല്ലാ കാര്യത്തിലും അവൻ ബദർ സഹോദരൻ ചാടി വീഴും. എങ്കിലും പൗരുഷമുള്ള, ധൈര്യമുള്ള, ചങ്കുറപ്പുള്ള, ചുറുചുറുക്കുള്ള അച്ചായന്മാരോട് ഞാൻ ചോദിക്കുക, രാത്രിയിൽ പിള്ളേരെല്ലാം പഠിക്കാനൊക്കെ പോയി, അച്ചായനും അമ്മാമ്മയും തന്നെ കിടക്കുക. ഇടയ്ക്ക് കേൾക്കുന്നു ഒരു കൊട്ട്, ഒരു തട്ട്, ഒരു മുട്ട്, കതക് ആരോ പൊളിക്കുന്ന പോലൊരു തോന്നൽ. ആരാണ്? കള്ളന. അമ്മാമ്മയെ ഉണർത്താതെ കതക് തുറക്കാൻ ധൈര്യമുള്ള അച്ഛനുണ്ടോ? അമ്മാമ്മയെ ഉണർത്താതെ പോയി കതക് തുറക്കുമോ? തുറക്കത്തില്ല. എടി എന്തുവാ മനുഷ്യ, ആരാണ്ട് മുട്ടുന്നു, തോന്നല, കിടന്നുറങ്ങ. തന്നെ പോത്തില്ല. അച്ചായന് പോകണമെങ്കിൽ ആര് വേണം? അമ്മാമ്മ വേണം. അമ്മാമ്മ സമ്മതിച്ചോ? സമ്മതിച്ചു. അമ്മാമ്മയാണ് ശക്തി, ആൻറ്റിയാണ് ശക്തി. അല്ലേ തന്നെ പോത്തില്ല. അതെല്ലാം പോട്ട്. എനിക്ക് സഹിക്കാൻ വയ്യാത്തൊരു കാഴ്ച കണ്ടു. പാമ്പ് മുറിക്കകത്ത് കയറിയപ്പം കട്ടിലേ നിന്നുകൊണ്ട് അടയ്ക്കുന്ന അച്ചായൻ. തല്ലിക്കൊന്ന അമ്മമ്മയാ. എന്നാന്ന് പറഞ്ഞാലും എല്ലാത്തിലും അവളാണ് ശക്തി. അവളെൻ്റെ ശക്തിയാണ്. അപ്പം തന്നെ അവളെൻ്റെ ബലഹീനതയാണ്. അതിൻ്റെ അർത്ഥം എന്നാ? പലപ്പോഴും മനുഷ്യനെ അലിയിക്കുന്നതും പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നതും അവിടെ കരച്ചിൽ കൊണ്ടാണ്. അവിടെ കരച്ചിൽ അവനെ ബലഹീനനാക്കും. ഇത് രണ്ടും സത്യമാണ്. അപ്പോൾ അങ്ങനെ ശക്തിയും ബലഹീനതയുമായ സ്ത്രീയെ ഉൾപ്പെടെ ദൈവം ഏതെൻ്റെ തോട്ടത്തിലാക്കി വെച്ചു. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാം. പക്ഷേ ഒരു കാര്യം മാത്രം ചെയ്യരുത്, നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷഫലത്തിൽ നിന്ന് കഴിക്കാൻ പാടില്ല. എന്താ? കഴിച്ചാൽ എന്ത് പറ്റും? കഴിച്ചാൽ നിങ്ങൾ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പോഴാണ് സാത്താൻ വന്നത്. സാത്താൻ വന്നിട്ട് പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങളിത് കഴിച്ചാൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ആരെപ്പോലാകും? ദൈവത്തെ പോലാകും. സാത്താന് ഭയങ്കര ഒരു കഴിവുള്ളത് തിരിച്ചറിയണം. സാത്താൻ്റെ കഴിവെന്താ? കള്ളത്തെ സത്യമാക്കാനുള്ളൊരു കഴിവുണ്ട്. കള്ളത്തെ എന്താക്കും? സത്യമാക്കും. അതാണ് സാത്താൻ്റെ ഒരു വലിയ ശക്തി എന്ന് പറയുന്നത്. പല മക്കളും വീഴുന്ന അങ്ങനെയാണ്. കള്ളത്തെ സത്യമാക്കും, കള്ളത്തെ സത്യമാക്കും. ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടുക, കഞ്ചാവ്, അതൊക്കെ അങ്ങ് ഔട്ട് ഓഫ് ഫാഷൻ ആകുക, MDMA എന്നൊക്കെ എടുക്കുന്ന ഒരു സമൂഹത്തിലേക്ക് കൂടുകയാണ്. പലപ്പോഴും ഞാനിങ്ങനെയുള്ള മക്കളുമായിട്ടൊക്കെ സമ്പാദിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് പറയുക, ദുർബല നിമിഷങ്ങളിലെ വാക്കുകളാണ് ഇവരെ വല്ലാതെ വലയ്ക്കുക. ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ, പരീക്ഷയുടെ തലേദിവസം പേടിച്ചിരിക്കുമ്പോൾ, തീസീസ് അസൈൻമെൻറ്റ് തീർക്കാതിരിക്കുമ്പോൾ കൂട്ടുകാരെ പറയും, തീസീസ് തീർത്തില്ല, രാത്രി ഉറക്കളച്ചിരിക്കണ്ടേ, ഒറ്റ കാര്യം, ഇതൊന്ന് വലിച്ചേ, ഇതൊന്ന് വലിച്ചാൽ നീ ഇങ്ങനെ ഇരിക്കും, അങ്ങനെ ഇരിക്കും. സത്യമാ. ഒരൊറ്റ പിടി പിടിച്ചാൽ ആ ചെയ്യുന്ന കാര്യം ഇങ്ങനെ കണ്ണു തുറന്നിരിക്കും 3 ദിവസമൊക്കെ. റാന്നി കോളേജിലെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. അവിടെ ഒരു തോട്ടത്തിൽ ഇരുന്നുകൊണ്ടാണ് പല പിള്ളേരും വലിക്കുന്നത്. അപ്പോൾ ഒരു ചെറുക്കൻ പോച്ച പറിച്ചുകൊണ്ട് ഈ സാധനം ഒന്ന് വലിച്ചു. പോച്ച ഇങ്ങനെ പറിച്ചുകൊണ്ട് ആ സാധനം അടിച്ചു. 2 ഏക്കർ തോട്ടത്തിലെ മുഴുവൻ പോച്ചയാവും പറിച്ചു. 2 ഏക്കർ തോട്ടത്തിലെ മുഴുവൻ പോച്ചയും കുന്ന് 2 അവൻ പറിച്ചു കൂട്ടി. അവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ചെയ്യാനുള്ള എന്ത് കിട്ടി? ശക്തി കിട്ടി. അവൻ രക്ഷപ്പെട്ടെന്ന് എൻ്റെ അറിവ്. പിന്നെ ഏതായാലും കള്ളം സത്യമാക്കുക. കള്ളം പറഞ്ഞു
നീ ഇത് ചെയ്യുമ്പോൾ നിനക്ക് ഭയങ്കര സ്ട്രെങ്ത് കിട്ടും, ടെൻഷൻ മാറും. സത്യമാണോ എന്ന് ചോദിച്ചാൽ പാർഷ്യൽ ട്രൂത്താ. ഇച്ചിരി സത്യമുണ്ടോ ഇതിനകത്ത്? ഇച്ചിരി സത്യമുണ്ട്, കുറച്ച് നേരത്തേ ഉള്ളൂ, ടെമ്പററി റിലീഫാണ്. ഇച്ചിരി കഴിയുമ്പം പിന്നത്തേതിനെക്കാട്ടിയും തലകുത്തി വീഴും. അപ്പോൾ ഈ സാത്താൻ്റെ വലിയൊരു ശക്തി കള്ളം എന്താക്കും? സത്യമാക്കി അവതരിക്കും. അഡ്വർടൈസ്മെൻറ്റ് കണ്ടാണ് പലരും മേടിക്കുന്നത് സാധനങ്ങൾ. അങ്ങനെ മേടിച്ചപ്പോഴത്തെ ഒരു ചൊല്ലുണ്ട്, വെളുക്കാൻ തേച്ചത് എന്തായി? പണ്ടായി. ചിലരൊക്കെ വണ്ണം കുറയാൻ മേടിച്ച് കഴിച്ചത് കഴിച്ച് കിഡ്നി അടിച്ചു പോയി, ചിലരുടെ ഫീസ് അടിച്ചു പോയി, ഇമ്മ്യൂണിറ്റി പവർ പോയി. എന്താ കാര്യം? അഡ്വർടൈസ്മെൻറ്റ് കണ്ട് മേടിച്ചതാണ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് വലിയ അപകടങ്ങൾ പലപ്പോഴും. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, കള്ളം സത്യമാക്കി പിശാച് പറഞ്ഞു. പിശാച് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ വൃക്ഷഫലം കഴിക്കരുതെന്ന് വാസ്തവമായിട്ട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സഹോദരി എന്താ പറഞ്ഞു? കഴിക്കരുതെന്ന് മാത്രമല്ല തൊടുക്ക പോലും ചെയ്യരുതെന്ന് പറഞ്ഞ് ഒരു വൈബ്രേഷനൊക്കെ അടിച്ചു. കണ്ടിട്ടില്ലേ? കഴിക്കരുതെന്ന് മാത്രമല്ല തൊടുക പോലും. അന്നത്തിന് പെട്ടലിയൊക്കെ വന്ന് കൂലിക്ക് ദേഹമൊക്കെ. അപ്പോഴെ പിശാചിന് പിട്ടി ഇയാളെ തറക്കാൻ തൽപ്പാണ്. ഈ അതിവിശുദ്ധി പറയുന്നവരെ അടിപ്പിക്കരുത്. അതിവിശുദ്ധി ആര് പറഞ്ഞാലും എപ്പം കാലിടറി വീണെന്ന് ഓർത്താൽ മതി. അതിവിശുദ്ധി പറയുന്ന പലരെയും പേടിക്കണം. അതുപോലെ തന്നെ അപകടകാരികളാണ് അതിവിനയം കാണിക്കുന്നവരും. രണ്ട് കൂട്ടരും അപകടകാരികളാണ്. അതിവിനയം കാണിക്കുന്നവർ കണ്ടിട്ടില്ലേ? പാസ്റ്ററേന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ട് ഇങ്ങനെ കുനിഞ്ഞാൽ ഓർത്തോണം, കാലേ വാരി നിലത്തടിക്കാനാ. 7 അയലൊക്കത്ത് അടുക്കരുത്. അതിവിനയം കാണിക്കുന്നവരും അതിവിശുദ്ധി പറയുന്നവരും അപകടകാരികളാണെന്നാണ് ഈ എളിയവൻ്റെ ഇതുവരെയുള്ള അനുഭവം. അപ്പോൾ ഓർത്തോണം, അതിവിശുദ്ധി അതിവിനയം ഇത് രണ്ടും അപകടമാണ്. അതുപോലെ ഞങ്ങളൊരിക്കൽ ഞങ്ങൾ പഠിക്കുന്നിടത്ത് ഒരിടത്ത് ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുക, ഔട്ട് ഓഫ് കേരള. അന്ന് ഭയങ്കര പീഡനം ഉണ്ടാകുന്നൊരു സമയം. ഗ്രഹാം ഷൈൻസിനെ കൊന്നൊരു സമയമാണ്. ഗ്രഹാം ഷൈൻസിനൊക്കെ കൊല്ലപ്പെട്ട ഒരു സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് അങ്ങനെ ഒരു സ്ഥലത്ത് രാത്രിയിൽ ഒരാളെ സ്വീകരിക്കാൻ വേണ്ടി പോയി നിൽക്കുക. 2 മണി കഴിഞ്ഞു. അപ്പോൾ അവൻ്റെ ചുറ്റും കുറേ പേര് കൂടി. ഈ സഹോദരൻ ഒറ്റയ്ക്ക്. അവനോട് ചോദിച്ചു, നീ ആരാ? നീ സൗത്ത് ഇന്ത്യനാണോ? ആണോ. എന്നിട്ട് അവരെടുത്ത് വായിച്ചു ചോദിച്ചു, നീ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു. ഇവന് തോന്നി ഇമാർ കൊല്ലുവന്ന്. രാത്രി 2 മണി, ആരും ഇല്ല, ഒറ്റയ്ക്ക് ബസ് സ്റ്റാൻഡിൽ നിൽക്കുക. ഇവൻ പെട്ടെന്ന് പറഞ്ഞു, അല്ല, ഞാൻ ബ്രാഹ്മണനാണ്, ഇവിടെ കോളേജിൽ പഠിപ്പിക്കുക. പേടിച്ചങ്ങ് പറഞ്ഞതാ. ഏതായാലും കഴിഞ്ഞ പിറ്റേ ദിവസം ഞങ്ങളെല്ലാവരും കൂടെ കാപ്പ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, രാത്രി ചെന്നപ്പോൾ എന്നോട് പെട്ടെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനിയാണെന്ന്. ഞാനങ്ങ് പേടിച്ചു പോയി, എന്നെ കൊല്ലുമെന്നാണ് ഓർത്തത്. ഞാനങ്ങ് പറഞ്ഞു ഈ ബ്രാഹ്മണനാന്ന് പറഞ്ഞു. ഇവനെ കണ്ടാൽ നല്ല വെളുത്ത് തുടുത്തിരിക്കുക, ബ്രാഹ്മണനാന്ന് പറഞ്ഞു. ഏതായാലും അങ്ങനെ അങ്ങ് അബദ്ധം പറ്റിപ്പോയി, ഞാൻ പേടിച്ചു പോയത്. അപ്പോൾ ഒരാൾ പറഞ്ഞു, നീ ആ ചെയ്തത് പരമദ്രോഹമാണ്, അന്നേരം വെട്ടേറ്റ് വീണമായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇവൻ അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, അച്ചായോ, ക്രിസ്ത്യാനിയായിട്ട് ചാകാൻ എളുപ്പമാണ് അച്ഛാ, പക്ഷേ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പാടാന്ന് പറഞ്ഞു. ചാകാൻ എളുപ്പമാണ്, ജീവിക്കാൻ പാടാണ്. ഇയാൾ 2 ചാട്ടമൊക്കെ ചാടിപ്പോയി. പക്ഷേ അന്നേരം അയാൾ അവിടെ എന്തിനു നിൽക്കുകയായിരുന്നു അറിയാമോ? പോസ്റ്റ്മാനെ കാത്ത് നിൽക്കുക. കൊച്ചമ്മ അറിയാതെ വേറൊരു പെണ്ണയക്കുന്ന എഴുത്ത് പിടിക്കാൻ നേരത്തെ മേടിക്കാൻ വന്ന് നിൽക്കുമ്പോഴാണ് പറയുന്നത്, ക്രിസ്ത്യാനിയായിട്ട് ചാകണമായിരുന്നു. അവനോടുള്ള ദൂതായിരുന്നു, അച്ഛാ ജീവിക്കാൻ പാടാ, പക്ഷെ ചാകാൻ എളുപ്പമാണ്. അതങ്ങ് അറമ്പറ്റി. 2 ദിവസം കഴിഞ്ഞപ്പം നാട് മുഴുവൻ ഇതറിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓർക്കുക, അതിവിശുദ്ധി പറയുന്നവരെ അതിവിനയം കാണിക്കുന്നവരെ അപകടമാണ്. വീണു ആ ട്രാപ്പിൽ. അപ്പോളെ പിശാന് കിട്ടി വളയ്ക്കാം. അങ്ങനെയല്ല, കണ്ണ് തുറക്കും, ആരെ പോലാകും? ദൈവത്തെ പോലാകും. അങ്ങനെ പറിച്ചു കഴിച്ചു കൊടുത്തു. എന്ത് പറ്റി? മനുഷ്യൻ പാപിയായി മാറി. പാപത്തിന് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു. സുവിശേഷത്തിൻ്റെ അടിസ്ഥാന കാര്യം മനസ്സിലാക്കണം. മനുഷ്യൻ പാപിയാണ്. മനുഷ്യൻ പാപിയായി മാറി. എങ്ങനെ? ആദമ്യ പാപത്തിലൂടെ മാറി. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ വായിക്കുന്നു, ഏകലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. ത്രൂ വൺ മാൻ സിൻ ആൻഡ് ത്രൂ സിൻ ഡെത്ത് എൻറ്റേർഡ് ഇൻ ടു ദിസ് വേൾഡ്. ഏകലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ എല്ലാവരും പാപികളായി തീർന്നു. വചനം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശം നഷ്ടപ്പെടുത്തി. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശം നഷ്ടപ്പെടുത്തി. പിന്നെ നമുക്ക് ആകെപ്പാടെ സമാധാനിക്കാൻ ഒറ്റ വഴിയുണ്ട്.
ആരൊക്കെ പാപം ചെയ്തു? ആരാ പാപികൾ? എല്ലാവരും പാപികളായി. വചനം ഈ പറയുന്നു, എല്ലാവരും പാപികളായി. നീതിമാൻ ഒരുത്തം പോലും ഇല്ല. ഹൈന്ദവ സൂക്തങ്ങളൊക്കെ കാണുന്നുണ്ട്. വലിയ അറിവുകളില്ലെങ്കിലും കേട്ടിട്ടുള്ള ശ്ലോകങ്ങൾ. പാപോഹം പാപകർമ്മോഹം പാപാത്മ പാപസംഭവീയ, എല്ലാം പാപമയം. വചനം പറയുന്നു, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. അപ്പോൾ ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ട. അടിസ്ഥാനപരമായി മാനവകുലത്തിൻ്റെ പ്രധാനവുമായ പ്രശ്നമെന്ന് പറയുന്നത് മനുഷ്യൻ പാപിയായി തീർന്നു എന്നുള്ളതാണ്. ഇന്നും മനുഷ്യൻ്റെ എല്ലാ പ്രശ്നത്തിൻ്റെയും കാര്യം പാപമാണ്. പാപം. രാഷ്ട്രീയക്കാരുടെ ഇലക്ഷൻ്റെ സമയമാണ്. മോഹന സുന്ദര വാഗ്ദാനങ്ങളുമായി വീണ്ടും രാഷ്ട്രീയക്കാരെല്ലാവരും എത്തി. രാഷ്ട്രീയം അവരവരുടെ വ്യക്തിപരമായ കാര്യം. എങ്കിലും പലരും പറയുന്നത് എന്താ? ദാരിദ്ര്യമാണ് ഇവിടുത്തെ പ്രശ്നം, അഴിമതിയാണ് ഇവിടുത്തെ പ്രശ്നം. ആയിക്കോട്ടെ, ദാരിദ്ര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പാപം കൊണ്ടാണ്. എന്താണ് ദാരിദ്ര്യത്തിൻ്റെ കാരണം? ഈ ഭൂമിയിൽ എന്തോരം മനുഷ്യരുണ്ടായാലും അവർക്കുള്ള റിസോഴ്സസ് ഈ ഭൂമിയിലുണ്ട്. പക്ഷേ മൈനോറിറ്റി വരുന്ന കുറച്ച് പേര് ഇതിനെ പൂഴ്ത്തി വെക്കുമ്പോൾ, തങ്ങളുടെ കൈപ്പിടിയിലാക്കുമ്പോൾ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതിരിക്കുമ്പോൾ എന്താ ഉണ്ടാകും? മാർക്കറ്റിൽ സാധനം കിട്ടാതെ വരും. മാർക്കറ്റിൽ സാധനം കിട്ടാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുത്തക മുതലാളിമാരുടെ കൈകളിലേക്ക് വരുമ്പോൾ അവർ നിശ്ചയിക്കുന്നതാകും വില കൂടുമ്പോൾ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പം വില കൂട്ടും. വില കൂട്ടുമ്പോൾ ദാരിദ്ര്യം ഉണ്ടാകും. പക്ഷേ ഇവരുടെ കൈ പൈസ കുന്നുകൂടും. നമുക്കറിയാം, ഇന്നും മാളുകളുടെ ലോകമാണ്. കുത്തക മുതലാളിമാരുടെ മാളുകൾ. സംഭവിക്കുന്നത് ദാരിദ്ര്യമാണ്. എന്താ കാര്യം? ചെറുകിട കച്ചവടക്കാർ എങ്ങനെ ജീവിക്കും? കൊച്ചു പലചരക്ക് കടക്കാർ എങ്ങനെ ജീവിക്കും? എല്ലാവരും മാളിപ്പോകുന്നു. അവിടുന്ന് മീൻ മേടിക്കുന്നു, പച്ചക്കറി മേടിക്കുന്നു, ചന്തയിൽ എല്ലാം മേടിച്ച് ഒറ്റക്കുടക്കീഴിൽ നിന്ന് ഇറങ്ങി വരുമ്പം വണ്ടിയും തള്ളി ഇറങ്ങി വരാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഇല്ലാതാകുന്ന ഒരു സമൂഹമുണ്ട്, ചെറുകിട കച്ചവടക്കാർ. അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുറേ പേര് പട്ടിണിയിലേക്ക് പോകുകയാണ്. എന്താ കാര്യം? കുത്തക മുതലാളിമാർക്ക് അവരെയാണ് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുക. ഏത് ഗവൺമെൻറ് വന്നാലും ഇതൊക്കെയാണ് സംഭവിക്കുക. എന്താ കാര്യം? ദാരിദ്ര്യം ഉണ്ടാകാൻ കാര്യം കുറച്ച് പേരുടെ ധനമോഹം. കുറച്ച് പേരുടെ ധനമോഹം മനുഷ്യനെ ദാരിദ്ര്യത്തേക്ക്, അഴിമതിയുടെ പിന്നിലും കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പം മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താ? മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം പാപം, പാപം, പാപം. അതല്ലേ മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം? പാപമാണ്. എന്തുകൊണ്ട് പാപം ഉണ്ടായി? ഏക മനുഷ്യനാൽ പാപം ഉണ്ടായി. ജന്മം പാപഫലമല്ല കേട്ടോ, ഒരിക്കലും ഓർക്കണം. ജന്മം പാപഫലമല്ല. പക്ഷേ പാപ സ്വഭാവമാണ് കൈമാറ്റം ചെയ്യുന്നത്. മക്കൾ, അവർക്ക് പാപത്തിന് ശേഷമാണ് എന്തുണ്ടായത്? മക്കളുണ്ടായത്. മക്കൾ പാപഫലമല്ല. ആമേൻ പറയാവുന്നവരൊന്ന് ആമേൻ പറഞ്ഞ്. മക്കൾ പാപഫലമാണോ? അല്ല. സങ്കീർത്തനം 127 പറയുന്നു, മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവിടം തരുന്ന പ്രതിഫലം. സങ്കീർത്തനം 128 പറയുന്നു, മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. മക്കൾ പാപഫലമല്ല. പക്ഷെ മക്കൾക്ക് എന്ത് സ്വഭാവം ഉണ്ടായി? പാപസ്വഭാവം. മക്കൾ ദൈവത്തിന്, ഇത് ക്രൈസ്തവരറിയണം, മക്കൾ പാപഫലമല്ലെന്ന്. ഇന്ന് ക്രൈസ്തവരുടെ ഇടയിലെ വലിയൊരു ട്രെൻഡാണ്. ഞാൻ ക്രൈസ്തവരുടെ ഇടയിലാണ്. ക്രൈസ്തവർ പെന്തക്കോസ്തുകാർ മാത്രമല്ല, ക്രൈസ്തവരുടെ ഇടയിൽ കാണുന്ന വലിയൊരു ട്രെൻഡാണ് കല്യാണം കഴിക്കാൻ താമസിക്കുന്നു. പിള്ളേർക്ക് എത്ര വയസ്സായി? 10 18 കെട്ടിക്കണമെന്ന് പറയുന്നില്ല. എന്നാലും ഒരു 23 24 കെട്ടിക്കണ്ടേ? കെട്ടിച്ചേ ഒക്കത്തുള്ളൂ. ഇത് ആരെങ്കിലുമൊക്കെ പറയണ്ടേ? വചനം എന്താ പറയുന്നത്? വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു. ബാക്കി പൂരിപ്പിച്ചേ. ഉറക്കം പറഞ്ഞേ. യൗവനത്തിലെ മകനല്ല, യൗവനത്തിലെ മകളല്ല, യൗവനത്തിലെ മക്കൾ. ഏകവചനമാണോ ബഹുവചനമാണോ? ബഹുവചനമാണ്. യൗവനത്തിലെ മക്കൾ. ആമേൻ പറയാവുന്നവരെല്ലാം ഒന്ന് ആമേൻ പറഞ്ഞേ. അപ്പോൾ യൗവനത്തിൽ മക്കളുണ്ടാകണമെങ്കിൽ പിള്ളേരെ എല്ലാം മര്യാദയ്ക്ക് നേരത്തെ കെട്ടിക്കണം. ഇത് നിങ്ങൾ സമ്മതിക്കത്തില്ല. ഇപ്പം വേണ്ട എന്ന് പറഞ്ഞാൽ നിൽക്കുക. നല്ല ചുട്ട അടിയുടെ കുഴപ്പം. പിന്നെ എപ്പോഴാണ് കെട്ടണ്ടേ? 30 മൂത്തും മുരടിച്ച്. അപ്പം നിനക്ക് ഇവിടുന്ന് പെണ്ണെ കെട്ടും. എന്നിട്ട് നമ്മളോട് പറയുക, പ്രാർത്ഥിച്ച് വിടുതലെടുത്തോളാൻ. പോരാ. മക്കൾ എപ്പോൾ കെട്ടണം? യൗവനത്തിൽ കെട്ടണം. ആർക്കെങ്കിലുമൊക്കെ ഗുണമുണ്ടാകട്ടെ. എന്നാലേ എന്തുണ്ടാകത്തുള്ളൂ? മക്കളുണ്ടാകത്തുള്ളൂ. 35 കെട്ടിയിട്ട് പിന്നെ യൂട്രസ് PCOD മക്കളുണ്ടാകുന്നില്ല. ആ പ്രശ്നം ലൈഫ് ലൈൻ ക്ലിനിക്ക്, ഇതിൻ്റെ എല്ലാം കുഴപ്പം. പ്രായപൂർത്തിയാകുമ്പോൾ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ കല്യാണം കഴിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. മക്കൾ യഹോവ നൽകുന്ന അവകാശം, മകനല്ല. രണ്ടാമത്തെ വലിയൊരു പ്രശ്നമുണ്ട്. ഇന്ന് മക്കൾ വേണ്ടാന്ന് പറയുന്നവരെ കൂടുതലും ക്രൈസ്തവരാണ്. മക്കളൊരു ഭാരമാണെന്ന് ക്രൈസ്തവരാണ് എന്ന പല വിഭാഗങ്ങളിലും മക്കൾ പുണ്യമായിട്ടാണ് കാണുന്നത്. ക്രൈസ്തവരുടെ ഇടയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ട്രെൻഡാണ്, ഒരു ഫാഷൻ. അതിനെ സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത്, എൻ്റെ അറിവിൽ
മനസ്സിലാക്കുന്നത് പിള്ളേർ ഓമനപ്പോരി വിളിക്കും ഡിങ്കെന്ന്. എന്താണെന്നറിയാമോ? ഡ്യുവൽ ഇൻകം വിത്ത് നോ കിഡ്സ്. ഡ്യുവൽ ഇൻകം വിത്ത് നോ കിഡ്സ്. 2 പേർക്കും ടെക്നോ പാർക്കിൽ ജോലി, 2 പേർക്കും IT കമ്പനി, ഇഷ്ടം പോലെ ശമ്പളം. പക്ഷെ പിള്ളേർ വേണ്ട. ഡ്യുവൽ ഇൻകം, 2 പേരുടെയും ശമ്പളം വിത്ത് നോ കിഡ്സ്. പിള്ളേർ വേണ്ട. ഗുണമെന്താ? ഗുണമുണ്ട്. എല്ലാ വീക്കെൻഡിലും മാസത്തിലും ജപ്പാനിൽ പോകുന്നു, പാരീസിൽ പോകുന്നു, അങ്ങനെ വേൾഡ് ടൂറാണ്. വേൾഡ് ടൂറിൽ പോയിട്ട് അതെല്ലാം ഇൻസ്റ്റായി ഫോട്ടോ ഇടുക. ഇതുകൊണ്ട് ജീവിതമാവോ? ആകത്തില്ല. പിള്ളേർ ഭാരമാണ്. കറങ്ങണ്ടേ? കറങ്ങാൻ പിള്ളേർ വേണ്ട എന്ന് പറയുന്ന കാലം. എൻ്റെ അടുക്ക് ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞു, എനിക്ക് അവസാനം അവൾ കല്യാണത്തിന് സമ്മതിച്ചത് വിത്ത് എ കണ്ടീഷൻ. മക്കളുണ്ടാകണമെന്ന് നിർബന്ധിക്കാത്ത ഭർത്താവ് വേണം. 2, നിർബന്ധിച്ചാലും 1 കൂടുതലാകാൻ പാടില്ല. ഞാൻ അവളോട് ചോദിച്ചു, നീ എത്രാമത്തെയാ? അവൾ പറഞ്ഞു, ഞാൻ 3-മത്തെയാ. ഞാൻ അവളോട് ചോദിച്ചു, നിൻ്റെ അമ്മ നിൻ്റെ അച്ചായനോട് അന്ന് 1 മതിയെന്ന് പറഞ്ഞായിരുന്നേ, നീ കാണുമോ? അവിടെ അമ്മ അന്ന് അവിടെ അച്ചായനോട് 1 മതിയെന്ന് പറഞ്ഞാൽ ഇവൾ കാണുമോ? ഇല്ല. സന്തോഷമല്ലേ? അവൾ 3-മത്തെയാ. അല്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, വീട്ടിൽ 2-മത്തെ മക്കളൊന്ന് കൈപൊക്കാമോ? 2-മത്തെ മക്കളായി ജനിച്ചവർ ദൈവം അനുഗ്രഹിക്കട്ടെ, കൈ താത്തിട്ട്. 3-മത്തെ മക്കളായി ജനിച്ചവർ ദൈവം അനുഗ്രഹിക്കട്ടെ. 4-മത്തെ മക്കളായി ജനിച്ചവർ ഉണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ. 5-മത്തെ മക്കളായി ജനിച്ചവർ ഉണ്ട്, പുറകിൽ അവിടെ ഇവിടെ. 6-മത്തെ മക്കളായി ജനിച്ചവർ ശരിക്കും കൈവക്കുക. സന്തോഷമല്ലേ? 6 ദൈവം അനുഗ്രഹിക്കട്ടെ. 7-മത്തെ മക്കളായി ജനിച്ചവർ ഉണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ. 8-മത്തെ മക്കളായി ജനിച്ചവരുണ്ടോ? ഉണ്ട്. കണ്ടോ? 8-മത്തെ മക്കൾ അല്ലേ? 8-മത്തെ. 9-മത്തെ മക്കളായി ജനിച്ചവരുണ്ടോ? 9 ഉണ്ടോ? ഇല്ല. 10-മത്തെ മക്കളായി ജനിച്ചവരുണ്ടോ? എവിടെ? പുറകിലാ? 10-മത്തെ. എൻ്റെ ദൈവമേ, ദൈവം അനുഗ്രഹിക്കട്ടെ. ആരെ? അവരെ അല്ല, അവരുടെ അമ്മയെ. ഉണ്ട്, ജീവനോടുണ്ടെങ്കിലും ഇല്ല, എനിക്കറിയില്ല, കാണത്തില്ല. എന്നാലും ആ അമ്മ 10 മക്കളെ ഭൂമിക്ക് കൊടുത്തു. 11-മത്തെ മക്കളുണ്ടോ? 12-മത്തെ മക്കളുണ്ടോ? ഞാൻ കേരളത്തിൽ 14-മത്തെ മക്കളെ വരെ കണ്ടു. സന്തോഷമായിരുന്നു. ഇവിടെ ഒരാൾ എത്രയായിരുന്നു? 9 അല്ലേ? 9-മത്തെ മക്കൾ വരെയുണ്ട്. അപ്പം മക്കൾ ദൈവം തരും ദാനമാണ്. എന്തിനാ മക്കൾക്ക് ജന്മം കൊടുക്കുന്നത്? പ്രത്യേകം ഓർക്കണം. ഒരു കുഞ്ഞ് ജനിച്ചു, ശ്രദ്ധിക്കണേ, ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ അങ്ങ് മരിച്ചുപോയി. സങ്കടമാണ്. കുഞ്ഞ് ജനിച്ചു, കുഞ്ഞ് മരിച്ചു. കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ? ഇല്ല. സ്വർഗവും നരകവും വിശ്വസിക്കുന്നവരൊന്ന് കൈപൊക്കിക്കും. സ്വർഗവും നരകവും വിശ്വസിക്കുന്നുണ്ടേ? അടിസ്ഥാനപരമായ വിശ്വാസം തന്നെ. സ്വർഗമുണ്ട്. ഇനിയും വിശ്വസിച്ചില്ലെങ്കിലും സ്വർഗമുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ട്? നരകമുണ്ട്. സ്വർഗം ഉണ്ടെങ്കിൽ എന്തുണ്ട്? നരകമുണ്ട്. ചില വേണേൽ പറയും ഇത് തന്നെയാണ് സ്വർഗവും നരകവും. ചെറിയ ട്രൂത്ത് അതിനകത്തുണ്ട്. സ്വർഗവും നരകവും ഉണ്ടാക്കാൻ നമുക്ക് കഴിയും ഇവിടെ ഭൂമി. പക്ഷേ ആക്ച്വലി എന്തുണ്ട്? സ്വർഗമുണ്ട്, നരകമുണ്ട് അല്ലേ? അപ്പം ഒരു കുഞ്ഞ് ജനിച്ചു, 1 മാസം കഴിഞ്ഞപ്പം മരിച്ചുപോയി. കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ ഇല്ലയോ? കണ്ടാ? സ്വർഗത്തിൽ ഒരു നിമിഷം മൗനമെന്ന് പറഞ്ഞോലാന്ന്. 1 മാസം കഴിഞ്ഞപ്പം കുഞ്ഞ് മരിച്ചുപോയി. ആ കുഞ്ഞ് സ്വർഗത്തിൽ കാണുമെന്ന് വിശ്വസിക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. കാണും, ഉറപ്പ് അല്ലേ? അപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്താൽ ഭൂമിക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ മാത്രം സൃഷ്ടിക്കുകയല്ല, സ്വർഗത്തിനൊരു അവകാശിയെ കൊടുക്കുക, നിത്യതയ്ക്കൊരു അവകാശിയെ കൊടുക്കുക. അപ്പം കുഞ്ഞുങ്ങൾക്ക് കഷ്ടപ്പെട്ട് ജന്മം നൽകുന്നവരെ ഓർത്തോണം. അവർ കുഞ്ഞുങ്ങൾക്ക് മാത്രം ജന്മം നൽകുകയല്ല, അവർ സ്വർഗത്തിന് അവകാശികളെ കൊടുക്കുകയാണ്. ഇനി ഇവർക്ക് ശമ്പളം കൊടുക്കുന്ന ആരാ? അമ്മ. 9 പ്രസവിച്ച അമ്മ എന്ത് കഷ്ടപ്പെട്ട് കാണും? പ്രസവിക്കാൻ മാത്രമാണോ? ഇതുങ്ങളെ വളർത്തണ്ടേ? ഇതുങ്ങളെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ടേ? ഇതുങ്ങളോട് വഴക്കുണ്ടാക്കണ്ടേ? ഈ അപ്പം മാന്യം കളിക്കും. എല്ലാത്തിനും പുറകെ നടക്കുന്ന ആരാ? അമ്മയാണ്. അതുകൊണ്ടാണ് ഈ പിള്ളേർ വന്ന് അലച്ചോണ്ടിരിക്കാൻ ഞാൻ അലച്ചുകൊണ്ട് നടക്കും. അതുകൊണ്ടാണ് ഈ അപ്പ ഡീസൻ്റ് ആകുന്നത്. അപ്പയോട് അമ്മ പറയും, നിങ്ങൾ കിടന്ന് അലയ്ക്കണ്ട. ആ അലയൂടെ ആരലയ്ക്കോളും? ഇവിടെ പഠിക്കടാ, പഠിക്കടാ, എടുക്കുന്നേക്കടാ, കിടക്കടാ, കിടക്കടാ, എഴുന്നേക്കടാ, ഇരിക്കടാ, പോടാ, വാടാ, പഠിക്കടാ, ഇതെല്ലാം പറയുന്ന ആരാ? അമ്മയാ. അവസാനം സ്കൂളിൽ പ്രോഗ്രസ് കാർഡിന് ടീച്ചർമാരെ വിളിക്കുന്നതും പോകുന്ന ആരാ? അമ്മയാ. അച്ചായൻ ഡീസൻറ്റ്, മാന്യൻ. പിള്ളേരോടൊന്നും ഞങ്ങളുടെ അപ്പ ഒന്നും പറയത്തില്ല. എന്തുകൊണ്ടാണ്? അമ്മ പറയുന്നതുകൊണ്ടാണ്. അച്ഛൻ എന്നിട്ട് നല്ല പിള്ള കളിക്കുക വേണ്ട, ഈ അമ്മയുള്ളത് കൊണ്ടല്ലേ? ആന്നു. ഞാൻ നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ, എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചോണം. ഞാൻ പറഞ്ഞേക്കാം. ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്ത് അസ്ഥിയ മാംസമെന്നെല്ലാം പറഞ്ഞിട്ട് ഒന്ന് ചിരിക്കാതിരിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചോണേ. അപ്പം ഞാൻ സ്ത്രീ വിരോധിയല്ലെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എന്താന്ന് പറഞ്ഞാലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്പം ഈ അമ്മ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഇവർക്ക് പ്രതിഫലം കൊടുക്കുന്ന തെളിവ് മോശക്കുഞ്ഞുണ്ടായി.
മോശക്കുഞ്ഞുണ്ടായപ്പം അമ്മ പേടിച്ചാണ് കുഞ്ഞിന് വേണ്ടി ജന്മം കൊടുത്തത്. പിടിച്ചു ഫറവോൻ്റെ പുത്രി. പക്ഷേ അവസാനം ഫറവോൻ്റെ പുത്രി വന്ന് പറയുന്നൊരു കാര്യമുണ്ട്, നീ കുഞ്ഞിനെ നോക്കിക്കോ, ഞാൻ നിനക്ക് എന്ത് തരാം? പ്രതിഫലം തരാം. എന്താ അതിൻ്റെ അർത്ഥം? ഒരു കുഞ്ഞിനെ നിത്യതയ്ക്ക് വേണ്ടി ദൈവം സൃഷ്ടിക്കുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ ഇപ്പം പറയും, നീ എന്നെ നോക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പും ഇല്ലടാ. അവൻ നോക്കണ്ട, അവൻ തരണ്ട. പക്ഷേ കുഞ്ഞുങ്ങളെ ഭൂമിക്കും നിത്യതയ്ക്കും കൊടുത്തതിന് പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്തേ. ഒരു കുഞ്ഞിനെ ഭൂമി നിത്യതയ്ക്ക് കൊടുക്കുന്നതിന് തമ്പുരാൻ അമ്മമാർക്ക് സെപ്പറേറ്റ് പ്രതിഫലം തരും. ഒരു പാസ്റ്റർ ആത്മാക്കളെ നേടുന്ന പോലെ തന്നെയാണ് കുഞ്ഞുങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി. എന്നിട്ട് മാത്രമാണോ? അല്ല, അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതും അവരാണ്. എന്താ കാര്യം? മറിയം ജന്മം കൊടുത്തു, യേശുവിനെ ഒത്തിരി നിന്നവളൊക്കെ സഹിച്ച അമ്മ. പക്ഷേ അമ്മയോട് ശിമിയോൻ പറയുന്നൊരു വാക്കുണ്ട്, അമ്മാ, നിൻ്റെ പ്രാണനിൽ കൂടെ എന്ത് കിടക്കും? നിൻ്റെ ചങ്കിനകത്തൂടൊരു വാള് കിടക്കും. ഒരമ്മ സമം ചങ്കിനകത്ത് വാള. അവൾ ജന്മം കൊടുത്തത് വരെ മരിക്കുന്നിടം വരെ കുരിശിൻ്റെ ചുവട്ടിൽ ഒരമ്മ നിപ്പുണ്ട്. ചങ്കു അകത്തൂടെ വാള് കയറി ഒരമ്മ നിപ്പുണ്ട്. അപ്പം നോക്കൂ, അവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ആരാ? ദൈവം പ്രതിഫലം തരും. ഈ മക്കൾ നോക്കിയില്ലെങ്കിലും ഭാരപ്പെടരുത് കേട്ടോ. ആര് പ്രതിഫലം തരും? ദൈവം. സ്വർഗത്തിൽ നിന്നൊരു പ്രതിഫലമുണ്ട് എല്ലാ അമ്മമാർക്കും. എന്തിനാ? ദൈവത്തിന് മക്കളെ കൊടുത്തതിന്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ അമ്മമാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാ അപ്പന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്താ കാര്യം? മക്കൾ ദൈവം തരുന്ന ദാനമാണ്. എങ്കിലും ഈ മക്കൾക്ക് എന്ത് സ്വഭാവം ഉണ്ടായി? പാപ സ്വഭാവം ഉണ്ടായി. അത് ഏകലംഘനത്താലാണ് പാപ സ്വഭാവം ഉണ്ടാകുന്നത്. വേഗത്തിൽ പറഞ്ഞു പോകാം. പാപ സ്വഭാവം ഇന്നത്തെ മനുഷ്യൻ്റെ പ്രശ്നം, മനുഷ്യൻ പാപികളാണെന്നുള്ള പ്രശ്നമാണ്. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, പാപം ചെയ്ത് പാപിയാകുകയാണോ? പാപി ആയതുകൊണ്ട് പാപം ചെയ്യുകയാണോ? പാപം ചെയ്ത് പാപിയാകുകയാണോ? പാപി ആയതുകൊണ്ട്. പിള്ളേരാരെങ്കിലും പറഞ്ഞേ, പാപം ചെയ്ത് പാപിയാകുകയാണോ? പാപി ആയതുകൊണ്ട് പാപം ചെയ്യുകയാണോ? പാപം ചെയ്ത് പാപിയാകുക തെറ്റാണോ? കട്ട് കള്ളനാകുകയാണോ? കള്ളനായതുകൊണ്ട് കക്കുകയാണോ? കട്ട് കള്ളനാകുക. പക്ഷേ കട്ടതെന്തുകൊണ്ടാണ്? കള്ളനായതുകൊണ്ടാണ്. അപ്പം കട്ട് കള്ളനാകുകയല്ല, കള്ളനായതുകൊണ്ടാണ് എന്ത് ചെയ്തേ? കട്ടത്. എല്ലാവരുടെ അകത്തൊരു കള്ളനില്ലേ? എല്ലാവരുടെ അകത്തൊരു കള്ളനുണ്ടോ? അത് ജന്മം മുതലുണ്ട്. കുഞ്ഞെ അപ്പം എന്ത് ചെയ്യും? അപ്പം ആര് കൊണ്ടുപോയി? കാക്ക കൊണ്ടുപോയി. ഇത് പറയാൻ അവനെ പഠിപ്പിച്ചത് ആരാ? അകത്തിരിക്കുന്ന കള്ളൻ എന്തോ കൊണ്ടുപോകും? കള്ളത്തരം കാണിക്കും. മനുഷ്യൻ്റെ അകത്ത് ആരിരിപ്പുണ്ട്? പാപം ഇരിപ്പുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് തിരുവനന്തപുരത്ത് സൂ കാണിക്കാൻ കൊണ്ടുപോയി അപ്പൻ. ആ സൂവിൻ്റെ അവിടോട്ട് കയറുമ്പോൾ ആ മതിലേലെല്ലാം സിനിമാ പോസ്റ്ററാണ്. എത്ര തുണിയില്ലാത്ത അർദ്ധനഗ്നന്മാരുടെ സിനിമ പോസ്റ്ററാണ്. ഈ കൊഞ്ഞൻ അങ്ങോട്ട് 5 വയസ്സ് 6 വയസ്സേ ഉള്ളൂ. വായും പൊളിച്ച് അങ്ങോട്ട് നോക്കിയിരുന്നു. അപ്പം പറഞ്ഞു, മോനെ അങ്ങോട്ട് നോക്കരുത്, ഇതെല്ലാം പന്നപ്പിയായിൻ്റെ. മോൻ ബാ. അകത്ത് കൊണ്ടുപോയി കുയിലിനെ കാണിച്ചു, മയിലിനെ കാണിച്ചു, ജിറാഫിനെ കാണിച്ചു, കാണ്ടാമൃഗത്തെ കാണിച്ചു, സിംഹത്തെ കാണിച്ചു. തിരിച്ചു വന്നപ്പം ചോദിച്ചു, മോൻ ഇഷ്ടപ്പെട്ട ഏതാന്ന്? ഈ കൊച്ചു കുരുന്ന് പറയുക, ആ പന്നപ്പിയാൻ്റെയാണ്. ആ പന്നപ്പിയാൻ്റെ. അപ്പോൾ ഇവൻ്റെ അകത്ത് ആരിരിപ്പുണ്ട്? മുട്ടയെന്ന് വിരിഞ്ഞില്ല. അവൻ്റെ മുട്ടയെന്ന് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ, പുറത്തോട് പൊട്ടിയിട്ടില്ല ഇപ്പം മൊത്തം. അപ്പോഴും അവൻ പറയുന്നത് എന്താ? ഇഷ്ടപ്പെട്ടത് എന്താ? പന്നപ്പയായിൻ്റെ ആൾ. അപ്പോൾ എല്ലാവരുടെയും അകത്ത് എന്തോ ഇരിപ്പുണ്ട്? പാപം ഇരിപ്പുണ്ട്. സത്യമല്ലേ? മനുഷ്യൻ ആരാ? പിന്നെ ആകെ സന്തോഷമുള്ള ഒറ്റ കാര്യമുള്ളൂ, എല്ലാവരും ആരാ? പാപികള. മോളെ കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾക്കെല്ലാവർക്കും പാടായിരുന്നു. എല്ലാവർക്കും പാടായിരുന്നു. കേട്ടിട്ടുള്ളൊരു തമാശ ഉണ്ട്. പരീക്ഷ റിസൾട്ട് അറിഞ്ഞാൽ കാർന്നവർ നോക്കിയിരിക്കുക റിസൾട്ട് വരാൻ. വന്നപ്പോൾ അവനോട് ചോദിച്ചു, നീ ജയിച്ചോടാ? ഡോക്ടറുടെ മോൻ തോറ്റുപോയി. എടാ നീ ജയിച്ചോ എന്ന്? വക്കീലിൻ്റെ മോൻ തോറ്റു പോയച്ചാ. എടാ നീ ജയിച്ചോ? എൻ്റെ അച്ഛ മറ്റേ എഞ്ചിനീയറുടെ മോനും തോറ്റു. എടാ നീ ജയിച്ചു എന്ന്. ഡോക്ടറുടെ മോനും എഞ്ചിനീയറുടെ മോനും വക്കീലിൻ്റെ മോനും തോറ്റപ്പോൾ ടാപ്പിങ്ങാൻ്റെ അച്ഛൻ്റെ മോൻ ജയിക്കണമെന്ന് വാശി പിടിക്കുന്ന മോശമല്ലേ അച്ചായ? അപ്പോൾ അവൻ്റെ സന്തോഷം എല്ലാവരും എന്ത് ചെയ്തു? തോറ്റു. അപ്പം നമ്മുടെയും സന്തോഷം അത്രേ ഉള്ളൂ. എല്ലാവരും തോറ്റു, എല്ലാവരും പാപികളായി. പാപോഹം ജഡമയൻ പാപം. പക്ഷേ പ്രശ്നം വീണ്ടും മുമ്പോട്ട് പോവുക. പാപത്തിൻ്റെ ശമ്പളം എന്താ? മരണം. അപ്പം തമ്പുരാൻ ഒരു പ്രമാണം വെച്ചു. അതാണ് റോമാലേഖനം 10 മുതൽ വായിക്കണം. 5:12 മുതൽ അവിടെ കാണുന്നു. എങ്കിലും പാപം ചെയ്യാത്തവരിലും, എഴുതണേ 5-ാം അധ്യായമാണേ റോമർ. പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ എന്ന് വരെ വാണു? മോശ വരെ വാണു. ആദം മുതൽ മോശ വരെ. എന്താ ഈ മോശയുടെ കാര്യം പറയുന്നത്? മോശയുടെ കാലഘട്ടത്തിലാണ് നമുക്ക് എന്ത് കിട്ടിയത്?
ന്യായപ്രമാണം 10 കൽപ്പനകൾ അല്ലേ, അതിൻ്റെ ഉപകൽപ്പനകൾ കിട്ടി. അത് എന്തുകൊണ്ടാണ് ന്യായപ്രമാണം കൊടുത്തത്? എന്തിനാ ന്യായപ്രമാണം? ഒറ്റ അർത്ഥത്തിൽ അതിനെ പറയാം, നിയമം കൊടുത്തു, ലോ കൊടുത്തു. എന്തിനാ ലോ കൊടുത്തത്? നിയമം കൊടുത്ത് എന്തിനാണെന്നറിയാമോ? നിയമലംഘനം ഉണ്ടാകാതിരിക്കാനാണ്. നിയമലംഘനം ഉണ്ടായാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. ഏത് നിയമം ലംഘിച്ചാലും ശിക്ഷ കിട്ടും. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന കുറേ നിയമങ്ങളുണ്ട്. പ്രകൃതി കുറച്ച് നിയമങ്ങൾ കൊടുത്തു. പ്രകൃതി കൊടുത്തൊരു നിയമം അല്ല, വേദപുസ്തകം കൊടുത്തൊരു നിയമമാണ്. ആദ്യം മനുഷ്യനോട് പറഞ്ഞു, മുഖത്തെ വേർപ്പോടെ നീ എന്ത് കഴിക്കണം? ഉപജീവനം കഴിക്കണം. ശ്രദ്ധിക്കണേ, എങ്ങനെ കഴിക്കണം? മുഖത്തെ വേർപ്പോടെ. അർത്ഥം എന്താ? കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വേർത്തിരിക്കണം. നമ്മുടെ എല്ലാവരും അങ്ങനെയാണ് കഴിച്ചത്. രാവിലെ അച്ഛനെടുത്ത് അയ്യത്തൂടൊക്കെ ഒന്ന് പോയിട്ട് വന്നു, വേർത്തു. അമ്മച്ചി എഴുന്നേറ്റു, നേരെ പോയി അടുക്കളയിൽ. എന്നിട്ട് ചാരം വാരി അടുപ്പിൽ തീ പറ്റിച്ചു, കാപ്പിക്ക് വെള്ളം വെച്ചു. എന്നിട്ട് ഒറ്റ കാര്യം ചെയ്തു, ചൂലും എടുത്തുകൊണ്ട് എങ്ങോട്ടിറങ്ങി? മുറ്റത്തിറങ്ങി. മിടുക്കി അമ്മായിമ്മയാണെങ്കിലുണ്ടല്ലോ, മരുമോടെ ചൂലിന് നീളക്കുറവായിരിക്കും. ഇതൊക്കെ എങ്ങനെ ഞാൻ അറിഞ്ഞു? ഞാനിതൊക്കെ ഓരോരുത്തരോട് ചോദിച്ച് മനസ്സിലാക്കിയതാ. എന്തിനാ നീളം കുറഞ്ഞ ചൂല് കൊടുത്തെന്നറിയാമോ? അവിടെ വയറ് ചാടാതിരിക്കാനാ. കുനിഞ്ഞ് ഇന്ന് മുറ്റം തൂത്തപ്പോൾ വയറ് ചാടത്തില്ല. അതുകൊണ്ടാണ് മോഡേൺ മോള് ഫ്ലാറ്റിൽ താമസിക്കുന്നത്. എന്തോ തൂക്കണ്ട, മുറ്റം തൂക്കണ്ട. മറ്റേത് അയ്യത്ത് രാവിലെ തൂത്താലും 4 മണിയാകുമ്പോഴത്തേന് എന്തോ വീഴും? ഇല വീഴും. ദിവസം 2 പ്രാവശ്യം തൂക്കേണ്ട വരും കാറ്റടിക്കുമ്പം. അപ്പം മുറ്റം തൂക്കാതിരിക്കാനാണ് എറണാകുളത്ത് പോകുന്നത്. മുല്ലപ്പെരിയാറുള്ളത് കൊണ്ട് തിരിച്ചു പോരണേ. അപ്പം നോക്കണം, എന്നെ പൊന്നു പ്രിയമുള്ളവരെ, കണ്ടോ? രാവിലെ വേർത്തിട്ട് കഴിച്ചവർക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. ഒരു അരിയുടെ ചോറുണ്ടോ? പിന്നെ 2 കിലോ കപ്പ തിന്നും. വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. വേർക്കാതെ തിന്നു. വേർക്കാതെ നിന്നപ്പം ശിക്ഷ കിട്ടി. ആ ശിക്ഷ പേറിയിരിക്കുന്നവർ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. കൈ പൊക്കിക്കണ്ട. എങ്ങനെ അറിയാം? ഓഞ്ഞ കൈ കണ്ടാൽ അറിയാം. കയ്യുടെ ഈ ഓച്ചിൽ കാണുമ്പോൾ അറിയാം ഷുഗർ എത്ര ഉണ്ടെന്ന്. 300 മേളിലല്ലേ? എങ്ങനെ അറിയാം? കയ്യുടെ ഓച്ചിലും ആ ക്ഷീണവും. പിന്നെ ഇവിടെ ഇരുന്നോണ്ട് തൂങ്ങുമ്പോഴും അറിയാം. സംഭവം അതൊക്കെ തന്നെയാണ്. എത്ര ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ എത്രയൊക്കെ ഉണ്ടെന്ന് പറയേണ്ട ആരോടും. എന്ത് കിട്ടി? ശിക്ഷ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ കിട്ടിയില്ലേ? അത്യാവശ്യം പലർക്കും കിട്ടി. കിട്ടാതിരുന്നെങ്കിൽ ഭാഗ്യം, മഹാഭാഗ്യം എന്ന് ഓർത്താൽ മതി. ഡോക്ടറെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, എന്തോ ചെയ്യാൻ പറഞ്ഞു? 45 മിനിറ്റ് കയ്യും വീശി എന്ത് ചെയ്യണം? നടക്കണം. നല്ലപോലെ വേർക്കണം. നേരത്തെ തമ്പുരാൻ പറഞ്ഞാൽ വേർത്തിട്ട് എന്ത് ചെയ്യാവൂ? കഴിക്കുക. വേർത്ത അത് കിട്ടിയപ്പം കിട്ടിയില്ലേ? അപ്പം പറഞ്ഞു വേർക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്കങ്ങ് സങ്കടം കൊണ്ട് സഹിക്കാൻ വയ്യ. 40ാമത്തെ വയസ്സിൽ അവൻ നടക്കാൻ പോയപ്പോഴാണ് വണ്ടി ഇടിച്ച് കത്തുപോയത്. എനിക്കങ്ങ് സങ്കടമായി. അവൻ നടന്നില്ലായിരുന്നു, അവൻ 60 വരെ പോയേനെ. എന്നാലും എൻ്റെ പൊന്നെ ശിക്ഷ കിട്ടി. എന്താണ്? നിയമം ലംഘിച്ചതിൻ്റെ എന്ത് കിട്ടി? ശിക്ഷ. ഏത് കൽപ്പന ലംഘിച്ചാലും എന്ത് കിട്ടും? ശിക്ഷ കിട്ടത്തില്ലേ? ഒത്തിരി. അപ്പം എന്നാൽ വേദപുസ്തകത്തിൻ്റെ ശിക്ഷ ഇച്ചിരൂടെ കർക്കശ്യമാണ്. എന്താണ് വേദപുസ്തകത്തിൻ്റെ ശിക്ഷ എന്നറിയാമോ? നിത്യനരകത്തിലേക്ക് പോകും. ഈ ഏത് ശിക്ഷയും മരണം കൊണ്ട് തീരും മക്കളെ, മരണം കൊണ്ട് തീരും. ഞാൻ ഒന്നുകൂടെ പറയാം, ശിക്ഷ രക്ഷിക്കാനാണ്, എന്തിനല്ല. നിയമം രക്ഷിക്കാനാണ്, എന്തിനല്ല. ശിക്ഷിക്കാനല്ല. പക്ഷേ വേദവസം പറഞ്ഞൊരു വാക്കുണ്ട്, രക്ഷാകാരണമായ നിയമം എനിക്ക് എന്തായിട്ട് മാറി? ന്യായപ്രമാണം മോശമാണോ? അല്ല. പക്ഷേ രക്ഷാകാരണമായ നിയമം എനിക്ക് എന്തായിട്ട് മാറി? ശിക്ഷാകാരണമായിട്ട് മാറി. ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കുക, മറക്കരുത്. ഹെൽമറ്റ് വെക്കണം. നമുക്ക് വേണ്ടിയോ ഗവൺമെൻറ്റിന് വേണ്ടിയോ? ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ. വെച്ചില്ലെങ്കിൽ എന്തോ പോകും? തല പോകും, ആക്സിഡൻ്റ് ഉണ്ടാകും. പക്ഷേ നമ്മൾ വെച്ചില്ലെങ്കിൽ ആര് പിടിക്കും? പോലീസ് പിടിക്കും. അതിനാണ് ഇപ്പം ചുറ്റും വെച്ചിട്ടുണ്ടൊരു ക്യാമറ. എന്താ ക്യാമറ? AI ക്യാമറ. പിടിക്കും. ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പിടിക്കത്തില്ലേ? പിടിക്കും. ഇത് കൂടാതെ പോലീസ് MVD നടപ്പുണ്ട് ക്യാമറയുമായിട്ട്. ഇനിയും വളവിന് പോലീസ് നിൽക്കും. ഞങ്ങളുടെ നാട്ടിൽ കുറേ നാൾക്ക് മുമ്പ് AI ക്യാമറ വരുന്നതിന് മുമ്പ് വളവിന് പോലീസിൽ നിന്ന് ചെക്കിങ്ങാണ്. വരുന്നവരെ എല്ലാം പിടിക്കുക. പക്ഷേ 2 മണിക്കൂർ നിന്നിട്ട് ഒറ്റ ഒരുത്തിനെ കിട്ടിയില്ല. ഒരു പോലീസുകാരൻ ഒരു 200 മീറ്റർ നടന്നു വന്നപ്പോൾ ഇച്ചിരി അടിച്ചിട്ട് ഒരച്ചായി നിന്ന് എല്ലാവരെയും കൈ കാണിച്ച് പോലീസുണ്ടെന്ന് പറയുക. പുണ്യപ്രവൃത്തി ചെയ്യുക. അവനെ അങ്ങനെ പോലീസ് കൊണ്ടുപോയി. നീ ഇത്രയും നേരം ആ പുള്ളിയെ ഇറക്കാൻ പോയത് ഞാനാ. അപ്പം എന്നോട് പറഞ്ഞ് 2 മണിക്കൂർ ഇരിക്കട്ടെ, ഞങ്ങളെ മെനക്കെടുത്തിയാണ്. അവൻ അങ്ങനെ ദേശസ്നേഹിയാകണ്ട, മനുഷ്യ പുണ്യപ്രവൃത്തി ചെയ്യണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നിയമം ലംഘിച്ചാൽ എന്തോ കിട്ടും?
ശിക്ഷ കിട്ടും. മറ്റൊരു സംഭവം റാന്നി നടന്നു. ഉപദേശി യോഗത്തിന് പോവുക, ഹെൽമെറ്റ് തൂക്കിയിട്ടേക്കുക, പോലീസ് പിടിച്ചവൻ പുള്ളി എന്ന് പറഞ്ഞാൽ പാസ്റ്റർ പെട്ടെന്നായിരുന്നു പ്രസംഗിക്കാൻ പോവുക. ആണോ, നല്ല കാര്യം. പാസ്റ്റർമാരെ എനിക്ക് ഭയങ്കര ബഹുമാനം. എസ് ഐ പറഞ്ഞു അവരെ ഇരുന്നാൽ ഈ നാട് നന്നാകണം, മദ്യപാനികൾ രക്ഷിക്കപ്പെടണം, എന്നാലേ ശരിയാകത്തുള്ളൂ. പക്ഷേ എൻ്റെ പൊന്ന് പാസ്റ്ററെ, കഴുത്തിന് മേലിൽ തലയുണ്ടല്ലേ പ്രസംഗിക്കാനൊക്കെ? പാസ്റ്റർ പ്രസംഗിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് 500 രൂപ തന്നിട്ട് പോയാൽ മതി. എന്താ കാര്യം? പാസ്റ്റർ ജീവനോടിരിക്കണം, ആവശ്യമാണ്. അപ്പം നോക്കൂ, രക്ഷാകാരണമായ നിയമം എന്തായിട്ട് മാറി? ശിക്ഷാകാരണമായിട്ട് മാറി ഈ നിയമം. പക്ഷേ വേദപുസ്തകത്തിൻ്റെ ശിക്ഷയ്ക്ക് ഇച്ചിരി പ്രശ്നമുണ്ട് മക്കളെ. നാട്ടാരെ കേട്ടോളൂ, നാട്ടാരെ കേട്ടോളൂ, വീട്ടുകാരെ കേട്ടോളൂ, ഇളവുറ്റുകാരെ കേട്ടോളൂ. എന്താണെന്നറിയാമോ? ലോകത്തിൻ്റെ കോടതിക്കൊരു ശിക്ഷയുണ്ട്. ചത്താ തീരും, ചത്താ തീരും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിക്കുമോ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജയിലിലിടുവോ? ഇല്ല, ചത്തു, ശിക്ഷ തീർന്നു. പക്ഷേ ദൈവകോടതിക്കൊരു പ്രശ്നമുണ്ട്. മരിച്ചാലും പൊക്കിയെടുത്തുകൊണ്ട് ഇങ്ങനെ ലൈവായിട്ട് നിർത്തും, ലൈവായിട്ട് നിർത്തും. ലോകം കണ്ട ഏറ്റവും വലിയ ചമ്മൽ നടക്കുന്ന അന്ന. അച്ചായൻ ആരായിരുന്ന മോൻ എന്നറിയാമോ? ആരും അറിയാതെ പുള്ളി ഒത്തിരി പണി കാണിച്ചു. സകല പണികളും വെളിപ്പെട്ട് വരും. ആടെ മുമ്പിൽ വെച്ച്, ആ പിള്ളാടെ മുമ്പിൽ വെച്ച് ലോകം കണ്ട കൂട്ട ചമ്മൽ അന്നുണ്ടാകും. ചമ്മി നാറ് നിൽക്കും. എല്ലാ രഹസ്യങ്ങളും വെളിപ്പെട്ട് വരുന്നൊരു ദിവസം. വേദവസം പറയുന്നു, മരിച്ചവർ ആപാലവൃദ്ധം, അവിശ്വാസികൾ, ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ഫോഷ്ക്ക് പ്രിയപ്പെടുന്നു, ഇവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കേമ. അപ്പം മനുഷ്യനെ അറിയാതെ അങ്ങോട്ടങ്ങ് പോവുക. കണ്ടോ, അഡ്വർടൈസ്മെൻറ്റ് കാണിച്ചായി കൊണ്ടുവന്നേ, നരകത്തിലേക്ക് കൊണ്ടുപോവുക. എൻ്റെ പൊന്നു പ്രിയരെ, ഒരു മനുഷ്യനെ മരിച്ചുപോയി കേട്ടോ, ഒരു മനുഷ്യൻ മരിച്ചുപോയി. ആ മനുഷ്യൻ മരിച്ച അന്നേരം പുള്ളി എന്നും വൈകിട്ട് ഇച്ചിരി അടിച്ച് വീശി ഇങ്ങനെ നടക്കുന്നൊരു പാറ്റിയാണ്. ഒരു ദിവസം പുള്ളി അങ്ങ് ചത്തുപോയി. ഷാപ്പിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരു ഓടയ്ക്കകത്തോട്ട് വീണ പുള്ളി അങ്ങ് ചത്തുപോയി. പുള്ളി മരിച്ച അന്ന് വേറൊരു പ്രശ്നമുണ്ടായി. എന്നാണെന്നറിയാമോ? ഒരിടത്തൊരു ഭൂകമ്പം ഉണ്ടായി. 1,00,000 പേര് ഒന്നിച്ചങ്ങ് മരിച്ചുപോയി. അപ്പോൾ ഈ 1,00,000-ത്തിൻ്റെ ആത്മാവ് ഈ ഒരാത്മാവും കൂടെ ഒന്നിച്ച് ചെന്നപ്പോൾ അവിടെ ഭയങ്കര തിക്കും ബഹളമാണ്. എവിടെ? സ്വർഗത്തിൻ്റെ കൗണ്ടറി. പത്രോസ് ഇരുന്ന് എല്ലാവർക്കും ചിറ്റ് കൊടുക്കുക. സ്വർഗ്ഗമാണോ നരകമാണ്? കഥയാണേ. അയ്യോ, എന്നെ ഇനിയും കല്ലറയല്ലേ കൊടുക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ 1,00,000 ഇത്രയും പേര് ഒന്നിച്ച് വന്നപ്പോൾ ഈ മറ്റേ ഒരു പാർട്ടി ഉണ്ടല്ലോ, നമ്മുടെ ഇവിടുന്ന് പോയേ, ഏതാ നമ്മുടെ ഇവിടുന്ന് പോയ ഒരു പാർട്ടിയില്ലേ, അടിച്ചിട്ടൊരു കായലരികത്ത് വലയെറിഞ്ഞപ്പം വല കിളക്കിയ സുന്ദരി പാടിക്കൊണ്ട് വന്നപ്പോഴാണ് താപ്പോട്ട് പോയി അച്ചാൻ അവിടെ. ഈ അച്ചാന് ചീട്ട് കൊടുത്തത് സ്വർഗത്തിലെ ചീട്ടാ. പുള്ളി അവിടെ ചെന്നപ്പം വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? ഒരിടത്ത് അബ്രഹാം പിതാവ് ഇരിക്കുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ ഇസാക്ക് പിതാവ് നാട് നിറച്ചിരിക്കുന്നു, അപ്പുറത്തോട്ട് ചെന്നപ്പം ജോസഫ് പിതാവ് ഇരിക്കുന്നു, പിന്നെ ഇങ്ങനെ വന്നപ്പം പൗലോസ് ഇരിക്കുന്നു, അവരിയ്ക്കുന്നു, യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ താടിയും മുടിയും ഒക്കെ നീട്ടിയിരിക്കുന്നു. പുള്ളിക്കിത് കണ്ടപ്പോൾ അങ്ങ് സങ്കടം. ഇതാണോ സ്വർഗം? പുള്ളി എന്ന് അപ്പുറത്തോട്ട് നോക്കിയപ്പം ഗ്ലാസ്സിൽ കൂടെ കാണാം, അപ്പുറത്ത് നല്ല മിടിയൊക്കെ ഇട്ട്, അതോ നല്ല സുന്ദരിമാർ ലിഫ്റ്റിക്കൊക്കെ ഇട്ട് മുടിയൊക്കെ ഇട്ട് നല്ല വെള്ളിത്താലത്തിൽ നല്ല വൈനൊക്കെ ഇങ്ങനെ തിളച്ച് പൊന്തുന്ന വൈനൊക്കെ ആയിട്ട് കറങ്ങി നടക്കുന്നു. അവിടെ DJ ഡാൻസും ഒക്കെ ഉണ്ട്. അപ്പം പുള്ളി ചോദിച്ചു, അതെന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു നരകമാണെന്ന് പറഞ്ഞു. ഈ പുള്ളി ചോദിച്ചു, എന്നെ അങ്ങോട്ടങ്ങ് വിട്ടേക്കാവാൻ ചോദിച്ചു. ഇതെന്തൊരു സ്വർഗം, അങ്ങോട്ട് വിടാമോ? പറഞ്ഞു പൊക്കോളാം പറഞ്ഞു. ഈ പത്രോസ് പറഞ്ഞു, തെറ്റിപ്പോയതല്ലേ, അതിൻ്റെ പേരിനും കർത്താവ് അടിക്കത്തില്ലേ, പോട്ടെ, ഒഴിവായി പോട്ടെ, മരണം അങ്ങ് ഒഴിവായി പോട്ടെ, ശരി പൊക്കോളാൻ പറഞ്ഞു. പുള്ളി അവിടെ ചെന്നപ്പം തണ്ട് പുള്ളിയെ സ്വീകരിച്ചു. മദ്യം ഒരു താലത്തിൽ ക്രിസ്റ്റൽ ഫലികത്തിൽ കുടിച്ചുകൊണ്ട് ഇങ്ങനെ പുള്ളി ഡാൻസ് ചെയ്യുകയും അതങ്ങ് തുറന്നു പോയി, തെന്നി ചെന്ന് വീണു തീക്കകത്തോട്ട്. പുള്ളി വെച്ച് ഇതെന്തുവാ? നരകം. അപ്പോൾ അത് കണ്ടതോ നരകത്തിൻ്റെ റിസപ്ഷനാണ്, നരകത്തിൻ്റെ റിസപ്ഷനാണ്. ഈ നരകത്തിൻ്റെ റിസപ്ഷൻ കാണിക്കുമ്പം നല്ല രസമാണ്. പക്ഷേ ചെന്ന് വീഴുന്നത് എങ്ങോട്ടാ? പക്ഷേ ഈ വഴിക്കൊരു പ്രശ്നമുണ്ട്. ഈ വഴിയുടെ പ്രശ്നം എന്നറിയാം, ഇടുക്കമാണ്, ഞെരുക്കമാണ്. ചെല്ലുന്നതോ ചെല്ലുന്നത് എന്തൊരു ഭാഗ്യം എന്നറിയാമോ? മുത്തുമയമായി വിളങ്ങും പട്ടണമാണാത്ത് പുതനെറുശലേം പൂരം തത്ര ശോഭിതം വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതാമാ പട്ടണമാതിൻ്റെ ഭംഗി വർണ്യമല്ലകോ, ഭംഗി വർണ്യമല്ലകോ. വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിത മാ പട്ടണമാതിൻ്റെ ഭംഗി. അപ്പോൾ പ്രിയരെ കണ്ടോ, നരകത്തിലേക്കുള്ള വഴി ഭയങ്കര വിശാലമാണ്. ചെല്ലുന്നതോ അഡ്വർടൈസ്മെൻറ്റാ, കാണിച്ചു കൊണ്ടുപോയി തള്ളിയിടും. അപ്പോൾ ഈ ശിക്ഷയ്ക്കൊരു പ്രശ്നമുണ്ട്, മനസ്സിലായോ? മരിച്ചാലും തീരാത്ത ശിക്ഷ. എന്നിട്ടും മനുഷ്യൻ തെറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടാണെന്നറിയാമോ? എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട് നന്മ ചെയ്യണമെന്ന്.
നന്മ ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്ത ഒറ്റ മനുഷ്യൻ്റെ പേര് പറയാം. ഉണ്ട് തെളിവ്. പക്ഷെ സമ്മതിക്കാത്തൊരു തിന്മയുടെ പ്രമാണം എൻ്റെ അവയവത്തിൽ വ്യാപരിക്കും. കല്യാണത്തിന് ഇരിക്കുക, ചോറുണ്ണുക, രണ്ടാമതൊരു ഐസ്ക്രീം കൂടെ മേടിക്കുന്ന എല്ലാം ആരായിരിക്കും എന്നറിയാമോ? ആരായിരിക്കും? ഇൻസുലിൻ എടുക്കുന്നവരാ. ശരിയാണോ പാസ്റ്റർ? രണ്ടാമത് അമ്മാമ്മ തരത്തില്ല. ഇനി പീസ് തന്നെ ഇടുക. പീസ് ചോദിക്കുന്നവൻ്റെ കൊളസ്ട്രോൾ 500. അവർ പറയും ഞങ്ങളെ വളരെ ഡയറ്റാണ്, വീട്ടിൽ വല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ കഴിക്കത്തുള്ളൂ. പക്ഷേ ഒറ്റ കല്യാണം വിടത്തില്ല, എന്നും കല്യാണം. നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്ത ഒരു തിന്മ. പിള്ളേർ നല്ലവരല്ലേ, പഠിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഉണ്ട്. അതിനാണ് നേരത്തെ കിടക്കുന്നത്. രാവിലെ എന്തോ എഴുതിക്കും. ഇപ്പോഴാണ് ഈ മൊബൈൽ അലാറം. പണ്ട് 10ാം ക്ലാസ്സിൽ കയറുമ്പോൾ അച്ചായ മേടിച്ചു കൊടുക്കുന്നൊരു ഗിഫ്റ്റുണ്ട്. എന്താ? വട്ടത്തിലിരിക്കുന്നൊരു സാധനം. എന്താ? ടൈം പീസ്. കണ്ടിട്ടുള്ളവരൊന്ന് കൈ പൊക്കിക്ക്. കണ്ടിട്ടില്ല? ടൈം പീസ്. കിട്ടിയോ? കിട്ടി. ടൈം പീസ് വെച്ചു. എന്നിട്ട് അലാറം വെച്ചു. എന്നിട്ട് എന്തോ ചെയ്തു? അലാറം അടിച്ചപ്പോൾ എന്തോ ചെയ്തു? ഓഫ് ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കേണ്ട. അല്ല UK ഇരുന്നേനെ. ഇപ്പം അലാറം അടിച്ചപ്പോൾ അലാറം എന്ത് ചെയ്തു? അല്ല ഇവരൊക്കെ നേഴ്സായി പോയേനെ. അന്ന് അലാറം ഓഫ് ചെയ്തിട്ട് പിന്നെ ഉറങ്ങി. പിന്നെ ആകെ ഗുണമുണ്ട്, ഉറങ്ങിയല്ലോ അല്ലേ? ഓഫ് ചെയ്തു, പിന്നെയും കിടന്ന്. നന്മ ചെയ്യണമെന്ന് എന്തുണ്ട്? ആഗ്രഹമുണ്ട്. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞു, എൻ്റെ അളിയാ, ഞാനൊരു ഭയങ്കര തീരുമാനം എടുത്തു. ഞാൻ ചോദിച്ചു, എന്താ ആണ്ട്രതിക്ക? ഈ വർഷം കഠിന തീരുമാനം എടുത്തത്, ഞെട്ടിച്ചു കളയുന്ന തീരുമാനം. ഞാൻ ചോദിച്ചു, എന്താണ്? ഒരു തീരുമാനവും എടുക്കുന്നില്ലെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. കാരണം കഴിഞ്ഞ കുറേ നാളായിട്ട് കള്ളത്തരം തന്നെയാണ് പറയുന്നത്. ഈ വർഷം കർത്താനുവദിച്ചാൽ ഏതാണ്ടെല്ലാം ചെയ്യുമെന്ന്. എല്ലാം ചെയ്തോ? ഒന്നും ചെയ്തില്ല. അപ്പം നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്ത ഒരു ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. കണ്ടോ? പാപം ചെയ്യരുതെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വീണ്ടും പാപം ചെയ്യുന്നു. എന്താ? തിന്മയുടെ പ്രമാണം ശരീരത്തിൽ, പാപപ്രമാണം ഇരിക്കുക. ഇതിൽ നിന്ന് മുക്തിയില്ലാത്ത ജഡത്തിലാ. ഭയങ്കര പാടാ. എന്നാൽ ഇതിനെ എങ്ങനെ ജയിക്കാം? ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാനേ ഒക്കത്തുള്ളൂ. മാനുഷികമായിട്ട് ഒക്കത്തില്ല. ഒത്തായിരുന്നെങ്കിൽ മേനക ഡാൻസ് ചെയ്തപ്പം താപസൻ്റെ തപസ് ഇളകുമോ? മുനിയ തപസ. പക്ഷേ അവസാനം ഡാൻസിൻ്റെ മുമ്പിൽ ഇളകിയ ചരിത്രങ്ങളൊക്കെ പുരാണങ്ങളിൽ ഐതിഹ്യങ്ങളൊക്കെ കാണുന്നില്ലേ? പുരാണങ്ങളിൽ കാണുന്നില്ലേ? എന്താ കാര്യം? ഇതൊക്കെ വിളിച്ചു പറയുന്നൊരു സത്യമുണ്ട്. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഒക്കാത്തൊരു തിന്മയുടെ പ്രമാണം. അപ്പം ദൈവം ശിക്ഷ കഠിനമാക്കി. ശിക്ഷയുടെ പേരെന്താ? ശാപം. ശ്രദ്ധിക്കണേ നാട്ടാരെ, വീട്ടാരെ, കേട്ടോണം. ശാപം. എന്താ ശാപം? വാട്ട് ഈസ് കേഴ്സ്? ശാപം എന്താ? ശാപം ഇത്രയേ ഉള്ളൂ. ശിക്ഷ ഇനിക്ക. ശാപം ഇനിക്ക മാത്രമല്ല. ആർക്കാ? പിള്ളേർക്കും, പിന്നെ പിള്ളേരുടെ പിള്ളേർക്കും, പിന്നെ പിള്ളേരുടെ പിള്ളേർക്കും 4 തലമുറ വരെ മിനിമം കിട്ടുന്ന സാധന ശാപം. എന്തിനാ ശപിക്കുമെന്ന് പറഞ്ഞ്? ദൈവം ശപിക്കാനാണോ? ദൈവം ശപിക്കുന്ന ദൈവമാണോ? അനുഗ്രഹത്തിൻ്റെ ദൈവമാണോ? അനുഗ്രഹം. പിന്നെ എന്തിനാ ശാപം വരുമെന്ന് പറഞ്ഞത്? ദൈവം പിതാവ. ഒറ്റ കാര്യം കൊണ്ടാണ് നിങ്ങളെല്ലാവരും. ഈ പിള്ളേർ സമ്മതിക്കാത്തൊരു കാര്യമുണ്ട്. ഒറ്റ പിള്ളേർ സമ്മതിക്കത്തില്ലെങ്കിലും ഒരു സത്യമുണ്ട്. അപ്പനും അമ്മയും ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? അപ്പനും അമ്മയും ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാ. മാധവിക്കുട്ടിയുടെ ഒരു നോവലുണ്ട്, കോലാട്. അതോ ആടുന്നു അന്ന് എൻ്റെ ഓർമ്മ. ഏതായാലും അമ്മ ഇങ്ങനെ ഓടി നടക്കുക. ഇവിടുന്ന് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. അവസാനം ഓടി പിള്ളേർ പറഞ്ഞ അമ്മയ്ക്ക് ഒരുമാതിരി കോലാടിൻ്റെ ഷെയ്പ്പാണ്. ഒരു ദിവസം ഈ ഓട്ടത്തിനിടയിൽ അമ്മ വീണ് കഴിഞ്ഞ് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി സ്ട്രെച്ചറിലിട്ടു. ICUലോട്ട് കൊണ്ടുപോവുക. ബോധരഹിതയായി സ്ട്രെച്ചറെ കിടക്കുക. വലിച്ചുകൊണ്ട് നേഴ്സുമാർ ICUലോട്ട് ഓടുമ്പോൾ ഈ അമ്മ മയക്കത്തിൽ ചാടി എഴുന്നേറ്റ് പറഞ്ഞെന്ന് പരിപ്പ് കരിയുന്ന മണം വരുന്നു. എന്നിട്ട് ടിക്കോന്ന് താഴെ പോയി. പരിപ്പ് കരിയുന്ന മണം വരുന്നു പറഞ്ഞ് ടിക്കോന്ന് താഴെ വീണു. അപ്പോഴും അവരുടെ മനസ്സ് അവിടെയൊക്കെ കിടക്കുക. അപ്പോൾ അപ്പനും അമ്മയും ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാ. ഈ മക്കൾക്ക് ദോഷം വരുന്ന വല്ലതും ചെയ്യുമോ? അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ സമ്മതിക്കുമോ? ഇല്ല. ദൈവം പറഞ്ഞു ശാപം വരും, മക്കളെ ഓർത്ത് മര്യാദയ്ക്ക് ജീവിക്കണം. എന്തൊക്കെ ശാപം വരുത്താം? അന്യദൈവാരാധനകൾ. ചെറിയ ലാഭത്തിന് കൊണ്ടികൂടോത്രം ചെയ്യാൻ പോകും. ദുർമന്ത്രവാദം. ക്രിസ്ത്യാനികളുമുണ്ട് പിടിക്കാൻ പോകുന്നത്. ദുർമന്ത്രവാദമൊക്കെ കയറി പിടിക്കുമ്പോൾ ഓർത്തോണേ, സമയാസമയം ഇത് പുതുക്കിയില്ലെങ്കിൽ അടി തിരിച്ചിങ്ങി വരും. ഈ സാധനം പിടിച്ചാൽ
സമയാസമയങ്ങളിൽ പുതുക്കിയില്ലെങ്കിൽ ഈ സാധനമൊക്കെ തിരിച്ചു വരും. അതുകൊണ്ട് പിടിക്കാൻ പോകുന്നൊരു ഓർത്തോണം. അവരനെ ഓടിക്കാൻ, അയൽവക്കക്കാരൻ്റെ ബിസിനസ് നശിപ്പിക്കാൻ, അവൻ്റെ വസ്തുവിടെ നമുക്ക് മേടിക്കാൻ കൊണ്ടിക്കൂടോത്രം ചെയ്യുമ്പോൾ ഓർത്തോണേ, തിരിച്ചടി ഉറപ്പ. ആർക്ക്? പിള്ളേർക്ക്. പിന്നെ അധാർമികമായ ലൈംഗിക ജീവിതം. അവൻ്റെ ഭാര്യയെ വളച്ചു, ഇവൻ്റെ കൊച്ചിനെ വളച്ചു. വളയ്ക്കുമ്പോൾ ഓർത്തോണം, അവൻ പ്രാകും, അവൻ്റെ അമ്മ പ്രാകും. എൻ്റെ കൊച്ചിനെ പിഴപ്പിച്ച് അവൻ മുടിഞ്ഞു പോട്ടെ, അവൻ്റെ തല ഇടുത്തീ വീഴട്ടെ. വീഴും. കാരണം കൂടാത്ത ശാപം വെക്കത്തില്ല. പക്ഷെ കാരണമുള്ള ശാപം എന്തു ചെയ്യും? ഏക്കും. ഇനിയോ ഉപദേശിമാരെ കിട്ടും, ഓടിക്കുകയല്ലേ? ഓടിച്ചോ, ശാപം വരും, പുറകെ വരും. എന്തെങ്ങനെ വരും? എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഒരു അച്ഛൻ്റെ മോനാ. ആ പിതാവ് അച്ഛനാ. അച്ഛൻ പറഞ്ഞൊരു സംഭവം, ഒരു പള്ളിയിൽ വഴക്കുണ്ടായി, രണ്ട് വീട്ടുകാർ തമ്മിലുള്ള രൂക്ഷ വഴക്കാണ്. അപ്പോൾ അതിൽ ഒരു വീട്ടുകാരുടെ കൊച്ചിൻ്റെ മാമോദിസ ആയിട്ട് നടക്കുമ്പോൾ, ഏകദേശം ചരിത്രം ഇതുപോലെ കൃത്യത കാണത്തില്ല എങ്കിലും മാമോദിസ ആയിട്ട് ബന്ധപ്പെട്ട നടക്കാതിരിക്കാൻ വേണ്ടി മറ്റേ വീട്ടുകാർ ശക്തര, അവരെന്ത് ചെയ്തു? രാത്രി പള്ളി പൊളിച്ച് അകത്തിറങ്ങി മാമോദിസ തൊട്ടിലിൽ വെളിക്കിറങ്ങി. നമ്മൾ ശിശുസ്ഥാനത്ത് വിശ്വസിക്കുന്നില്ല, എന്തോ ആയിക്കോട്ടെ, വെളിക്കിറങ്ങി. പിന്നെ ആരും ആ പള്ളിയിൽ ആരാധനയ്ക്കും മാമോദിസായ്ക്കും വരാതായി. അന്നത്തെ താപസ ശ്രേഷ്ഠനായ യോഗിവര്യനായിരുന്ന തിരുമേനി വന്നിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി ഈ സ്വന്തം കൈകൊണ്ട് ഈ മാമോദിസ തൊട്ടിൽ കഴുകിയിട്ട് അതിനകത്ത് വെള്ളം കോരി നിറച്ച് ഈ മനുഷ്യൻ കൈവെള്ളം കോരി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കുടിച്ചു കാണിച്ചു. അതിനുശേഷമാണ് മാമോദിസ മുക്കാൻ തുടങ്ങിയത്. എന്താ സംഭവിച്ചു എന്ന് അച്ഛൻ പറയുമ്പം കേൾക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നു. 4 തലമുറ ആയി ഏകദേശം. എന്നിട്ടും എല്ലാ തലമുറയിലും ആർക്കെങ്കിലും ആ വീട്ടിൽ മലദ്വാരത്തിൽ ക്യാൻസറുണ്ട്. വെളിക്കിറങ്ങി വെച്ചതാ മാമോദിസ തൊട്ടിൽ. എന്താ കാര്യം? ശാപം, വേട്ടയാടുക. അപ്പം കണ്ടോ, ശിക്ഷ, മരണം, ശാപം, വേട്ടയാടി. ഇനി എന്താ പരിഹാരം ഒന്നേ ഉള്ളൂ, നീ മരിക്കണം. പാപം ചെയ്ത ദേഹി എന്തു ചെയ്യണം? മരിക്കണം. ഒരു ഓപ്ഷൻ വെച്ചു, നീ മരിക്കണ്ട, നിനക്ക് പകരം മൃഗത്തെ കൊല്ലാം. യാഗം അതാണ്. അബ്രഹാം പിതാവ് യാഗം കഴിക്കാൻ പോയത് ഓർമ്മയില്ലേ? പെസഹ കുഞ്ഞാണിനെ അറക്കുന്നത് കേട്ടിട്ടില്ലേ? എന്താ യാഗം? നീ മരിക്കേണ്ട സ്ഥാനത്ത് ഒരു മൃഗം, കാളക്കിടാവ്, കുറുമ്പ്രാവ്, ആട്ടുകൊറ്റൻ കൊല്ലപ്പെടുകയാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്നറിയാമോ? മതം ഇതിനെ ഉപയോഗിച്ചു. കർത്താവിൻ്റെ കാലത്തൊക്കെ വരുമ്പോഴത്തേന് ദൂരേന്ന് പാവം ആട്ടുകൊറ്റനുമായിട്ട് വരും. പുരോഹിതൻ്റെ ബിനാമി പുറത്ത് ഇപ്പുണ്ട്. ബിനാമി ഈ ആടിനെ പരിശോധിച്ചിട്ട് പറയും, പുഴുക്കുത്തുണ്ട്, തണ്ട് ഇവിടെ രോമം പോയിരിക്കുന്നു, അത് ശരിയാകത്തില്ല, ഊനമില്ലാത്ത വേണം. അതുകൊണ്ട് ഇനി എന്തോ വേണം? ഞങ്ങളുടെ കയ്യിൽ ആടുണ്ട്, അതിനെ മേടിച്ചു, അതിനെന്തോ വേണം? ചോദിക്കുന്ന പൈസ തരണം. അയ്യോ എൻ്റെ പൈസ ഇല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെ ഇനിയും പാവം നാട്ടിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വരണം. പാപം പരിഹാരം മതം മനുഷ്യനെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് കർത്താവ് ഇതെല്ലാം കൂടെ തല്ലിപ്പറിച്ചു കളഞ്ഞിട്ട് ചാട്ടവാർ കൊണ്ട് അടിച്ചത്. എൻ്റെ ആലയം കള്ളന്മാരുടെ എന്താക്കി? ഗുഹയാക്കി. അപ്പം കണ്ടോ, മതം പരിഹാരം വന്നു. നീ മരിക്കേണ്ട സ്ഥാനത്ത് മൃഗം മരിച്ചു. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? പാപം തീരുന്നില്ല. എബ്രാലേഖനം പറയുന്നു, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ എന്തു ചെയ്തു? കൂടെ കഴിച്ചു. അപ്പം പാപം തീരുന്നില്ല. വീണ്ടും എന്തു ചെയ്തു? പാപം തീരാത്തത് കൊണ്ട് ഇവർ വീണ്ടും യാഗം കഴിച്ചു. കോടിക്കണക്കിന് ആട്ടുകൊറ്റന്മാരുടെ യാഗം ഒഴുകി. പ്രിയമുള്ളവരെ, നദി പോലെ ചോര ഒഴുകിയിട്ടും എന്ത് തീർന്നില്ല? പാപത്തിന് ശാശ്വത പരിഹാരമായില്ല. മനുഷ്യൻ നിലവിളിച്ചു, എന്നെ ആര് രക്ഷിക്കും? മതത്തിൻ്റെ ചട്ടക്കൂടുകൾ, പുരോഹിതന്മാരുടെ നിഷ്കർഷകൾ, അതിൻ്റെ ചൂഷണങ്ങൾ, ഇതിനിടയ്ക്ക് കുറ്റബോധം, പാപബോധം വല്ലാതെ ഞെരുങ്ങുന്ന മനുഷ്യൻ നിലവിളിക്ക് മുമ്പിൽ എന്നെ ആര് രക്ഷിക്കും? മരണം. താപസ ശ്രേഷ്ഠരും പാടി, അസത്തോമാ സത്കമയ മൃത്യോമാ അമൃതം ഗമയ. മരണത്തിൽ നിന്ന് ജീവങ്കലിലേക്ക് നയിക്കണം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണം, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണം. തമസോമാ ജ്യോതിർഗമയ. അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ശക്തമായിരുന്നു. മൃത്യോമാ അമൃതംഗമയ. ഈ മരണത്തിൽ നിന്ന് ആര് വിടിവിക്കാൻ എന്താ വഴി? ദൈവം മനുഷ്യനായിട്ട് മാറി. നമ്മുടെ ദൈവം ആരായി? മനുഷ്യൻ. എനിക്ക് 1000 നാവാണത് പറയാൻ. ദൈവം ആരായി? മനുഷ്യനായി. ഈ ദൈവം ആരാ? ദൈവം, പ്രപഞ്ചം. ഈയിടയ്ക്ക് നാസ കണ്ടുപിടിച്ച കുറേ ചിത്രങ്ങളൊക്കെ പിള്ളേരൊക്കെ കണ്ടു കാണും. എന്താണ്? എത്ര ഭയങ്കരമാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകൾ ഇന്നും അഴിഞ്ഞിട്ടില്ല. തമോ ഗർത്തങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയുള്ള കുറേ ഫോട്ടോസൊക്കെ നാസായി കണ്ടുപിടിച്ചപ്പോൾ വിയോബിൻ്റെ പുസ്തകത്തിലൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ മനുഷ്യർക്ക് സത്യമെന്ന് ബോധ്യമായി. അത്ര വലുതാണ് ഈ പ്രപഞ്ചം. നിങ്ങൾക്കറിയത്തില്ലേ? നക്ഷത്രങ്ങൾ, സൂര്യൻ്റെ 10 മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങളുടെ സമൂഹം, അതിനെ എന്തെന്നാണ് വിളിക്കുന്നത്?
ഗാലക്സികൾ പോകുന്ന ക്ഷീരപഥങ്ങൾ, മിൽക്കി വേസ്, ഇതെല്ലാം കൂടെ കൂടുന്ന ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം ആരെ തേടി വന്നു? മനുഷ്യനെ തേടി വന്നു. എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം അതാ. ഈ പ്രപഞ്ചത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്താൽ, സാറ്റലൈറ്റ് വഴി, പ്രപഞ്ചം മുഴുവൻ അല്ല, ചൊവ്വായിൽ പോയി എടുത്താൽ, ചന്ദ്രനിൽ പോയി എടുത്താൽ ഈ ഭൂമി എന്തോരം കാണും? ഒരു കൊച്ചു പന്ത് പോലെ കാണും. അത്രയല്ലേ ഉള്ളൂ. അതിനകത്തിരിക്കും. മേളിൽ ഇരുന്നുകൊണ്ട് നോക്കിയാൽ താഴെ ഇരിക്കുന്നവരെ കാണുമോ? ഇല്ല. അതിനകത്ത് ഈ കിളകുറ്റൂര് കാണുമോ? കൊഴുവില്ല കാണുമോ? ചെറിയൊരു പൊട്ട് പോലെ അതിനകത്ത്. ഇവിടെ ഈ പന്തലിൽ ഇരിക്കുന്ന ആറടിക്കാരനെ കിട്ടണമെന്നുണ്ടോ? ഇല്ല. പക്ഷേ അവരെ ആര് കണ്ടു? ദൈവം കണ്ടു. ഉയ്യോ, അതല്ലേ അത്ഭുതം. ദൈവം കണ്ടു. എനിക്കിപ്പോഴും എൻ്റെ കൊച്ചിലെ, എനിക്കന്ന് എത്ര വയസ്സ് കാണും, കൂടി വന്ന ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു അത്ഭുത കാഴ്ച അതെന്നെയൊക്കെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അന്ന് പേടിച്ചു പോയി. ഒരു കൊച്ചു വീട്ടിൽ ഞങ്ങൾ യോഗം നടക്കുക, ഞാനുകൊണ്ട് കരണ്ട് പോയി, വിളക്കൊക്കെ വെച്ച്, അന്ന് എമർജൻസി ഇല്ല, പെട്രോമാക്സ് വെച്ച് യോഗം നടത്തുക. യോഗം നടന്നുകൊണ്ടിരിക്കുമ്പം പ്രസംഗിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ കതകിൻ്റെ അവിടോട്ട് പോയി ഒരൊറ്റ അമറ് പുറത്ത് ആ തുണച്ചാരി നിൽക്കുന്ന ചായ തകർന്ന് നിൽക്കുക. കയറി വാ, ദൈവം വെടിവെക്കും. കരഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ തൂണച്ചാരി നിൽക്കുക. ആര് കണ്ടു? ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. എന്നെ കണ്ടൊരു സ്വർഗം. ആരും കാണാത്ത ഇരുട്ട് ഇന്നവനെ എങ്ങനെ കണ്ടു? അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. മനുഷ്യനെ കണ്ടിട്ട് മനുഷ്യനെ തേടി ദൈവം മനുഷ്യനായി അവതരിച്ചു. കൊച്ചു കുഞ്ഞായി കണ്ടോ? ബേത്ലഹേമിൽ യേശു കൈകാലുകളിട്ട് അടിക്കുക പുൽത്തൊഴുത്തിൽ. കൊച്ചു കുഞ്ഞായി ദൈവം മനുഷ്യനായി. ലോകം കണ്ട അത്ഭുതം, ദൈവം മനുഷ്യനായ ദൈവം 30 വയസ്സ് വരെ മാതാപിതാ കീഴ്പ്പെട്ട് ജീവിച്ചു. 30ാമത്തെ വയസ്സ് സ്നാനപ്പെട്ട് 3.5 വർഷക്കാലം പരിശുശ്രൂഷ ചെയ്ത ക്രിസ്തുവിനെ ഗതസമ്മനയുടെ രാത്രി റോമൻ പട്ടാളവും യഹൂദന്മാരും കൂടി അറസ്റ്റ് ചെയ്തു. അവരന്ന് രാത്രി 3 മതകോടതി കൊണ്ടുപോയി. അന്നാസ്, കയ്യഫാവ്, സന്നദ്ധ സംഘം. കുറ്റം എന്താ? അവർ പറഞ്ഞു ഇവൻ ദൈവപുത്രനെന്ന് പറഞ്ഞു. ദൈവപുത്രനെന്ന് പറഞ്ഞതുകൊണ്ട് റോമാക്കാർക്ക് വലിയ ഇഷ്ടവും തോന്നണമെന്നില്ല. അതുകൊണ്ട് രാജാവെന്ന് പറഞ്ഞു. തിടുക്കത്തിൽ കോടതി കൂടുക. ഒരു കോടതി കൂടണമെങ്കിൽ പകൽ കൂടണം. അടിയന്തര ഘട്ടങ്ങളിലൊഴിച്ച്, അത്യപൂർവ ഘട്ടങ്ങളിലൊഴിച്ച് കോടതി രാത്രി കൂടാറില്ല. ഉണ്ടോ? ഇല്ല. വലിയ അത്യപൂർവ ഘട്ടങ്ങളിൽ കോടതി രാത്രിയിലുള്ളൂ. പക്ഷേ അന്ന് തിടുക്കമിട്ടവർ കോടതി രാത്രി കൂടി. ഒരു കോടതിയിൽ ഒരു പ്രതിയെ വിസ്തരിക്കണമെങ്കിൽ പ്രതിക്കെതിരെ കുറ്റപത്രം വായിച്ചില്ല. പ്രതിക്കെതിരെ സാക്ഷികളെ കൊണ്ടുവരണം. ആ സാക്ഷികളെ പരസ്പരം കേൾക്കാതെ വിസ്തരിക്കണം. 3 സാക്ഷിമൊഴികൾ ഒത്തുവരണം. റോമൻ നിയമം വന്നോ? ഇല്ല. സാക്ഷിമൊഴികൾ ഒത്തുവന്നോ? ഇല്ല. അടുത്തൊരു കാര്യമുണ്ട്. പ്രതിയെ വിചാരണ ചെയ്യുന്നതിനിടയ്ക്ക് കയ്യേറ്റം ചെയ്യാൻ പാടില്ല. പക്ഷെ പലവട്ടം കയ്യേറ്റം ചെയ്യപ്പെട്ടു. എന്നിട്ടും അവർ യേശുവിനെ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും തിടുക്കത്തിൽ സന്നദ്ധ സംഘം കൂടിയിട്ട് അവൻ ക്രൂശിക്കപ്പെടണമെന്ന് വിധിച്ചിട്ട് പീലാത്തോസിൻ്റെ അരമനയിലേക്ക് കൊടുത്തു. എന്താ കാര്യം? റോമൻ കോടതിയാണെന്ന് ഭരിക്കുന്നത്. തെളിവ് പറയാം. ഇന്നത്തെ ഭാഷയെ മനസ്സിലാക്കാൻ പള്ളി കല്യാണം നടത്തിയത് കൊണ്ട് മാത്രം സാധുതയായോ? ഇല്ല. പള്ളി കല്യാണം നടത്തിയാലും പഞ്ചായത്തിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. ഇനി ഡിവോഴ്സ് ആയാലും ഒറ്റ കാര്യമുള്ളൂ, ഡിവോഴ്സ് കോടതി അംഗീകരിക്കാത്ത കാലം വേറെ കല്യാണം കഴിച്ച ആളകത്ത് പോകും. അറിഞ്ഞോണേ, വിവാഹ തട്ടിപ്പ് വീരനായി അകത്ത് പോകും. ഡിവോഴ്സ് ഇരിക്കുമ്പോൾ ആകാതെ കല്യാണം കഴിച്ച ആൾക്ക് അകത്ത് പോകാം. ഡിവോഴ്സ് ആയാൽ കെട്ടാം. നിയമത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിലല്ല, നിയമത്തിൻ്റെ മുമ്പിൽ. പക്ഷേ കോടതിയുടെ അംഗീകാരം വേണം. ഇതുപോലെ അന്ന് വിധി നടപ്പാക്കണമെങ്കിൽ കോടതിയുടെ അംഗീകാരം വേണം. പീലാത്തോസിൻ്റെ അടുക്കൽ വന്നു. പീലാത്തോസ് ഈ കാര്യമെല്ലാം പഠിച്ചപ്പം പീലാത്തോസിന് മനസ്സിലായി ഈ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. 3 പ്രാവശ്യം പറയുന്നു, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. വീണ്ടും പീലാത്തോസ് രക്ഷിക്കാൻ ഒരു വഴി നോക്കി. പ്രതി ഏത് പ്രവിശ്യ എന്നുള്ളവനാ? നസ്രത്തിൽ നിന്നുള്ളവരാ. അവിടുത്തെ രാജാവ് ഗവർണർ വന്നിട്ടുണ്ട്, ഹെരോദാസ്. അങ്ങോട്ട് വിട്ടു. അയാൾ വിടുവാണെങ്കിൽ വിട്ടോട്ടെ, പീലാത്തോസിനെ രക്ഷിക്കണം. കാരണം പീലാത്തോസിൻ്റെ ഭാര്യ ക്ലൗദിക്ക് ഒരു ദർശനം കിട്ടി. ഇവൻ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. അതുകൊണ്ട് ഹെരോദാസിൻ്റെ അടുക്കൽ വിട്ടു. ഹെരോദാസ് തിരിച്ച് ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് വിട്ടു, നിസാരനാക്കി. വീണ്ടും പീലാത്തോസിൻ്റെ കോടതി. പീലാത്തോസ് യേശുവിനെ പുറത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. എന്നെ കേൾക്കുന്ന പൗരബോധമുള്ള പ്രബുദ്ധരായ കേരളീയരെന്നും പ്രബുദ്ധരാണ്, ബോധമുള്ളവരാണ്. പല കാര്യങ്ങളും ദുഷണാശേഷിയും തീരുമാനശേഷിയുള്ളവരാണ്. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, കോടതി പറയുന്നു ഈ നിൽക്കുന്ന പ്രതി ഞാനൊരു തെറ്റും കാണുന്നില്ല. ബാക്കി പറ. അതുകൊണ്ട് ഈ കോടതി ഈ പ്രതിയെ എന്ത് ചെയ്യുന്നു?
വെറുതെ വിടുന്നു. അങ്ങനെ വേണം വരാൻ. ഇനി അവർ ചുമത്തണമെങ്കിലും എന്തെങ്കിലും കുറ്റം ചുമത്തണം. പക്ഷേ ഇവരുടെ കൈ കുറ്റം ചുമത്താൻ ഒന്നും കണ്ടില്ല. ലോക ചരിത്രത്തിൽ ആദ്യമായി ഇതംപ്രദമായി, പിന്നീട് ഒരിക്കലും സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ പോകുന്നുമില്ല. പറഞ്ഞ ഒരു കോടതിയാണ്. കോടതിയുടെ ആപ്തവാക്യം എന്താ? 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും എന്ത് ചെയ്യരുത്? ശിക്ഷിക്കപ്പെടരുത്. കോടതി പറഞ്ഞു, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റ് ചെയ്യുന്നില്ല, ഞാൻ അതുകൊണ്ട് ഇവനെ എന്ത് ചെയ്യുക? അടിപ്പിച്ച് വിട്ടയക്കാം. ഇത് കേട്ട താമസം റോമൻ പടയാളികൾ കൊളോസിയം എന്ന ക്രൂര വിനോദശാലയെ കൊണ്ടുപോയിട്ട് മനുഷ്യരെ തമ്മിൽ അടിപ്പിക്കും. എന്നിട്ട് ചോര ഇറ്റ് വീഴുമ്പോൾ ഇവിടെ മനസ്സ് രൗദ്രമാകും, കിരാതമാകും, കഠിനമാകും. അതിനാണ് കണ്ണൂരൊക്കെ കേട്ടിട്ടില്ലേ, വടിവാൾ ആദ്യം കൊടുത്തിട്ട് മനുഷ്യനെ വെട്ടിക്കാൻ വിടുകയല്ല, വടിവാൾ കൊണ്ട് ഇവർ പട്ടിയെ വെട്ടിക്കും. പട്ടിയെ വെട്ടിച്ച് ചോര ഇങ്ങനെ ഇറ്റ് വീഴുന്ന കണ്ടിട്ടാണ് മനുഷ്യനെ വെട്ടാൻ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ആദ്യമായിട്ട് ചോര കണ്ട ഇവൻ മയങ്ങി താഴെ വീഴും. താഴെ വീണാൽ തീർന്നില്ല, വെട്ടാൻ പോകുന്ന മയങ്ങിക്കിടന്ന അതിനെന്ത് ചെയ്യും? പട്ടിയെ വെട്ടിച്ച് അവൻ്റെ ചോരയുടെ കണ്ട അറപ്പ് മാറിയവനാ ഈ മനുഷ്യനെ 10ഉം 20ഉം പ്രാവശ്യം വെട്ടുന്ന അറപ്പ് മാറിയവനെ അങ്ങനെ വെട്ടാനൊക്കത്തുള്ളൂ. ഇവരുടെ അറപ്പ് മാറ്റാൻ ഇവരെ കൊളോസിയം എന്ന ക്രൂര വിനോദശാലയ്ക്കകത്ത് കൊണ്ടിട്ട് മനുഷ്യർ തമ്മിൽ മല്ലടി, മൃഗങ്ങൾ തമ്മിൽ മല്ലടി, കാളപ്പോര്, കോഴിപ്പോര്, മനുഷ്യപ്പോര്, ഇതിനെയെല്ലാം കണ്ടിട്ട് ക്രൗരപ്പെട്ട ഇവരെ അടിക്കാൻ വിടും. ഇവരടിച്ചു. റോമൻ ചാട്ടുകൾക്ക് പല ലെയറുണ്ട്. ആഞ്ഞടിക്കുമ്പോൾ ഓരോ അടിയിലും മാംസം ഇങ്ങനെ ആഞ്ഞിറങ്ങും. മാംസം തിരിച്ചെടുക്കുമ്പം പറഞ്ഞു വരും. അടുത്ത് ഒരു ബക്കറ്റ് പോലൊരു സാധനത്തിൽ കൽത്തളത്തിൽ ഇത് ലാച്ചിയെടുക്കും. എന്തിനാ? അടുത്ത പ്രാവശ്യം വീണ്ടും അടിക്കുമ്പോൾ ആഞ്ഞിറങ്ങണം. അങ്ങനെ അടിച്ചു. എന്തിനാ അടിച്ചത്? നമുക്ക് പകരം അവൻ അടിയേക്കുക. പകരം സർച്ചക്രവർത്തിമാരുടെ കാലം, റഷ്യയിൽ സർച്ചക്രവർത്തിമാർ ഭരിക്കുമ്പോൾ കിരാതമായ ഭരണത്തിനെതിരെ നടന്ന ഒളിപ്പോരുകൾ. ഒരു സംഘം ചെറുപ്പക്കാർ ഈ സർച്ചക്രവർത്തിമാരെ ആക്രമിക്കാൻ തീരുമാനിച്ച് ഇന്നത്തെ ഗറില്ല യുദ്ധമുറ പോലെ പോകുകയാണ്. അവർ സഞ്ചരിക്കുന്നത് വനാന്തരങ്ങളിലൂടെയാണ്. രാത്രിയാമങ്ങളിൽ അവർ സഞ്ചരിക്കുകയാണ്. ആരുടെയും കണ്ണിപ്പെടാതെ എങ്ങനെയെങ്കിലും നഗരത്തിൽ ചെല്ലണം, സർച്ചക്രവർത്തിമാരുടെ കൊട്ടാരം ആക്രമിക്കണം. അതിനുവേണ്ടി ഇവർ പോകുമ്പോൾ ആ കൂട്ടത്തിൽ അവിടെ അനേകരുണ്ട്. പക്ഷേ ദീർഘദിവസങ്ങളുടെ യാത്ര അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രിയാമങ്ങളിൽ അവർ സഞ്ചരിക്കുമ്പോൾ പരസ്യപ്പെടാൻ ഒക്കത്തില്ല. അവർക്ക് ഭക്ഷണം ശേഖരിക്കാൻ പുറത്തു പോകാൻ ഒക്കത്തില്ല. ഒത്തിരി ഭക്ഷണം ചുമന്നുകൊണ്ട് പോകാൻ ഒക്കത്തില്ല. അത്യാവശ്യം സാമഗ്രികൾ മാത്രമായി വനത്തിലൂടെ ഇവർ ഈ പട്ടണത്തെ ലക്ഷ്യമാക്കി രാത്രികളിൽ യാത്ര ചെയ്യുക. എന്നിട്ട് പകലുകളിൽ അവർ ഒളിക്കുന്നു. അപ്പോൾ അവരുടെ സംഘത്തലവൻ തീരുമാനിച്ച് അവരുടെ നിയമങ്ങൾ പ്രസിദ്ധമാക്കി. നിയമത്തിനകത്തൊരു നിയമമുണ്ട്, ഇത്ര റൗണ്ട്സ് ഭക്ഷണം, ഒരു നേരമേ ഭക്ഷണമുള്ളൂ. കാരണം നമ്മുടെ കൈ ഭക്ഷണം കുറവ്, അവസാനം വരെ ഒരു നേരത്തെ ഭക്ഷണം. ആരെങ്കിലും രാത്രി ഭക്ഷണം കട്ട് കഴിച്ചാൽ അവനെ മരത്തിൽ കെട്ടിയിട്ടിട്ട് ചാട്ടക്കടിക്കണം. സംഘത്തലവൻ കൽപ്പന പുറപ്പെടുവിച്ചു. എല്ലാ അനുയായികളും സ്വീകരിച്ചു. എല്ലാ സംഘത്തിനും ഒരു സംഘത്തലവൻ വേണം. അങ്ങനെ ഉണ്ടെങ്കിലേ കാര്യം മുമ്പോട്ട് പോകത്തുള്ളൂ. ഒടുവിൽ അയാൾ കണ്ടെത്തി, എന്താണ്? ഒരു ദിവസം ആരോ അധികം ഭക്ഷണം രാത്രി കട്ട് കഴിച്ചിരിക്കുന്നു. ആരാണ് ഭക്ഷണം കട്ട് കഴിച്ചത്? അന്വേഷണം നീണ്ടപ്പോൾ സംഘത്തലവൻ്റെ അമ്മ ഒറ്റയ്ക്കായതുകൊണ്ട് പാവത്തെ കൂടെ ഈ കൂട്ടത്തി അവിടെ ആരുമില്ലാത്തതുകൊണ്ട് കൂട്ടിയിട്ടുണ്ട്. അമ്മയുണ്ട്. ഇവർ വിശന്നപ്പോൾ ഈ സാധു സ്ത്രീയാണ് ഈ ഭക്ഷണം കട്ട് കഴിച്ചത്. അടിക്കാതിരിക്കാനൊക്കോ? സംഘത്തലവനല്ലേ നിയമം പറഞ്ഞത്? സംഘത്തലവൻ പറഞ്ഞു, തെറ്റ് ആരുടേതായാലും തെറ്റ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം, തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. ഈ പാവം പിടിച്ച വൃദ്ധയായ അമ്മേ മരത്തിൽ കെട്ടിയിട്ടു. അനുയായികൾ നോക്കിയിരിക്കുന്നു. ഇളന്താരിക്കും ചെയ്യാൻ പറഞ്ഞ് അയാൾ ചാട്ടയ്ക്കടിക്കുന്നവനെ വിളിച്ചിട്ട് പറഞ്ഞു, അടി കൊടുക്കണം, കട്ടവർക്കടി ഇത്ര അടി കൊടുത്തോളാൻ പറഞ്ഞു. അമ്മയെ കെട്ടിയിട്ടു. ദയനീയമായി ഈ അമ്മ മകനെ നോക്കി. അവൻ്റെ മുഖം ക്രൂരമാണ്, ക്രൗര്യമാണ്. ശിക്ഷ നടപ്പാക്കണം. നിയമത്തിൻ്റെ കർക്കശതയ്ക്ക് മുമ്പിൽ മകൻ കൽപ്പിച്ചു, ഞാനാണ് നിയമമിട്ടത്, ഞാൻ നിയമമിട്ടത് കൊണ്ട് അടിച്ചേ ഒക്കത്തുള്ളൂ. ചാട്ടവാറ് ആഞ്ഞു വീഴാൻ വേണ്ടി വന്നു. അമ്മയുടെ പുറത്തേക്ക് ചാട്ടവാറ് വീഴുമ്പോൾ ഈ മകനൊരു കാര്യം ചെയ്തു. ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു, അടിച്ചു. അടി വീണത് അവൻ്റെ പുറത്ത്. അവൻ മാറി, വീണ്ടും ചാട്ടയടിച്ചു. അടി വീണത് പുറത്തടിച്ചു. അങ്ങനെ ഓരോ അടി അമ്മയ്ക്കേറ്റത് മകൻ്റെ പുറത്ത്. ശിക്ഷ നടപ്പാക്കി. അടിയേറ്റത് മകനാ. ആർക്ക് പകരം? അമ്മയ്ക്ക് പകരം. ഇത് തന്നെയാ പ്രിയരെ കാൽവറി നടന്നത്. നമ്മളേൽക്കേണ്ട ശിക്ഷ അവൻ്റെ പുറത്തായി. അവൻ അടിയേറ്റു. നമ്മളെ അവൻ്റെ കരങ്ങൾ കൊണ്ട് കെട്ടിപ്പിടിച്ചു. ഇന്ന് രാത്രി മനസ്സിലാക്കണം, മാനവകുലത്തിന് പകരം അവൻ ശിക്ഷയേറ്റു. അവൻ ശിക്ഷയേറ്റു. പോരാ, അവർ പറഞ്ഞ് എന്ത് ചെയ്യണം? അവനെ ക്രൂശിക്കണം. കഴിഞ്ഞ ആഴ്ച ഹോശന്ന പാടിയവർ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞു, ക്രൂശിക്ക. ഇതിനിടയ്ക്ക് അവരൊരു കൽപ്പന, ഒരു പീലാത്തോസ് ഒരു വഴിയൂടെ നോക്കി. പെസഹയാകുമ്പോൾ ഓരോ പ്രാവശ്യവും പെരുന്നാളിന് ഒരാളെ വിട്ടുകൊടുക്കും. ആ പ്രാവശ്യം ഒരാളെ വിട്ടുകൊടുക്കേണ്ട നമ്മുടെ ഉണ്ട്. റിപ്പബ്ലിക് ദിനമൊക്കെ ആകുമ്പോൾ ചില തടവുകാരെ, നല്ല നടപ്പിനുള്ളവരെയൊക്കെ ജയിൽ റിലീസ് ചെയ്യുന്നത് പോലെ വർഷത്തിൽ ഒരിക്കൽ പെരുന്നാളിന്
ആണ്ടിലും ചിലരെ റിലീസ് ചെയ്യും. ഈ പ്രാവശ്യം ആരെ റിലീസ് ചെയ്യണം? അവൻ ചീട്ടിട്ടു ബറബാസ്. ബറബാസ് ആരാണ്? അന്നത്തെ രാഷ്ട്രീയ കൊലപാതകൻ, കലഹത്തിൽ പിടിക്കപ്പെട്ടവൻ, കൊള്ളയും കൊള്ളിവെപ്പും നടത്തിയവൻ. ബറബാസിനെ കൊണ്ടു നിർത്തി അവനെ വിട്ടേക്കാ. അപ്പോൾ പീലാത്തോസ് ചോദിച്ചു, ഈ കൊലപാതകൻ, ഈ കലഹക്കാരൻ ആരെ വിടണം? ഒരിടത്ത് ബറബാസിനെ നിർത്തി, ഒരിടത്ത് യേശുവിനെ നിർത്തി. ചോദിച്ചു, ബറബാസ് അടുത്ത ദിവസം ക്രൂശിക്കപ്പെടേണ്ടവനാ, നിങ്ങൾക്ക് ആരെ വേണം? ജനം ഒന്നിച്ച് ആക്രോശിച്ചു, ബറബാസിനെ വിട്ടുതരിക, അവനെ ക്രൂശിക്ക. ബറബാസിനെ വിട്ടുതരിക, അവനെ ക്രൂശിക്ക. ബറബാസിനെ വിട്ടുതരിക, അവനെ ക്രൂശിക്ക. ആ ശ്രമവും പീലാത്തോസിന്റെ പാഴായി. ബറബാസിനെ ചോദിച്ചു, ബറബാസിനെ വിട്ടു, യേശുവിനെ ക്രൂശിമെടുത്തുകൊണ്ട്. എന്തിനാണ് ക്രൂശ് ശാപത്തിന്റെ ലക്ഷണമാ. ക്രൂശിമെടുത്തുകൊണ്ട് പോകുക. ബറബാസ് പോയി. ഞാൻ ഈ ബറബാസിന്റെ പുറകെ ഒന്ന് പോയി നോക്കി. ബറബാസ് പോകുന്ന വഴിക്കെല്ലാം തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവൻ നോക്കുമ്പോൾ ആരവാരം മുടക്കിക്കൊണ്ട് അവനെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇവൻ പോകുക. അവന് മനസ്സിലായി, അവനോ നിഷ്കളങ്കൻ, നേരുള്ളവൻ, പാപികളോട് വേറുപെട്ടവൻ, പാപം എന്തെന്നറിയാത്തവൻ. ഞാനോ കുലപാതകൻ, കലഹത്തിൽ പിടിക്കപ്പെട്ടവൻ. ബറബാസ് പുറത്തുപോയി. ബറബാസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ബർ അബ്ബാസ്, അബ്ബായുടെ മകൻ. ബറിയോന ശീമോനെ ബർ അബ്ബാസ്, അബ്ബായുടെ മകൻ. ആരുടെ പ്രതിനിധി? മുഴുവൻ ആദാമിൻ്റെ പ്രതിനിധി. മുഴുവൻ ദൈവത്തിൻ്റെ മക്കൾ, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാ. ബറബാസ് ആദാമ്യ പാരമ്പര്യത്തോടെ വന്ന പാപം ചെയ്ത മനുഷ്യൻ്റെ പ്രതിനിധി. മറ്റേതാരാണ്? തൻ്റെ ഏകജാതനായ പുത്രൻ. ആരെ വേണോ? ഈ മോനെ വേണോ? അവർ പറഞ്ഞു, ഈ മോനെ മതി, വിട്. ബറബാസ് പോയി. ഞാൻ ബറബാസിൻ്റെ പുറകെ പോയി കരഞ്ഞുകൊണ്ട് അവൻ പോകുന്നത്. വീടിൻ്റെയൊക്കെ കയറി ചെന്നു, ബെല്ലടിക്കുന്നു. അവൻ്റെ മോൾ ഓടി വരുന്നു, തുറക്കുന്നു. അപ്പായെ കണ്ടുകൊണ്ട് അവൾ പേടിച്ചു പോയി. അപ്പ. അമ്മ പറഞ്ഞു, വട്ട് പറയാതെ അപ്പയെ നാളെ തൂക്കിക്കൊല്ലും. അപ്പ ചെയ്യില്ല, എനിക്ക് തോന്നിയതാ. അല്ല അപ്പ. എല്ലാവരും വന്നപ്പം താണ്ട് ബറബാസ് നിൽക്കുന്നു, കെട്ടിപ്പിടിച്ചു. അമ്മ കരയുന്നു, പിള്ളേർ കരയുന്നു. ബറബാസ് അതിലും കരയുക. ബറബാസിനോട് ചോദിച്ചു, എന്ത് പറ്റി? അവൻ പറഞ്ഞു, എന്ത് പറ്റിയെന്നറിയത്തില്ല. ഞാൻ ഇങ്ങോട്ട് പോന്നപ്പം ഒരു തെറ്റും ചെയ്യാത്ത ഒരുവൻ എനിക്കും പകരം കുരിശും എടുത്തുകൊണ്ട് പോയി. കണ്ടോ, പകരക്കാരൻ കുരിശും എടുത്തുകൊണ്ട് പോകുകയാ. കുരിശും നിജത്തോളിലെടു ഒരുവൻ ഗിരിമേ കയറി പോകുന്ന കാഴ്ച കാണി കുരിശും നിജത്തോ ഗിരിമേ കയറി കാഴ്ച കാണി അവനീശസുതൻ മഹിമോന്നതന അവനീശ്വരനിൽ ബഹുവന്ദിതനാം അവനീശസുതൻ മഹിമോന്നതനാം അവനീശ്വരനിൽ ബഹുവന്ദിതനാം അവനീവിധവേള സമാനമുഴുന്നത് കാണി പാപികളാ അവനീവിധമേള സമാനമുഴുന്നത് കാണി തോളിലെടു ഒരുവൻ ഗിരിമേ കയറി പോകുന്ന കാഴ്ച കാണി കുരിശും നിജ തോളിലെടു ഒരുവൻ ഗിരിമേ കയറി അവനീശസുതൻ മഹിമോന്നതന അവനീശ്വരനിൽ ബഹുവന്ദിതന അവനീശസുതൻ മഹിമോന്നതന അവനീശ്വരനിൽ ബഹുവന്ദിതന അവനീവിധവേള
ആർക്കും സഹതാപം തോന്നാതെ കുരിശ് എടുത്തുകൊണ്ട് പോവുകയാണ്. ഭാരമുള്ള കുരിശ് തോളിലിരിക്കുമ്പോൾ രണ്ട് രീതി ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നു കേട്ടിട്ടുണ്ട്. ഒന്നിൽ നെടിയ തണ്ട് നേരത്തെ കൊണ്ട് വെച്ചിട്ട് കുറിയ തണ്ട് കെട്ടിവെക്കും. എങ്ങനെ ആയാലും ഭാരമുള്ള കുരിശ് ഇങ്ങനെ ഇരുന്നാ ഒരിക്കലും ആ വ്യക്തി പുറമോട്ട് പോകില്ല. പഞ്ചസാര ചാക്ക് പോളത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ വീണാൽ മുമ്പോട്ടേ വീഴത്തുള്ളൂ, മുതുകത്ത് ഭാരമാ. അങ്ങനെ വീഴുമ്പോൾ കൈകൾ കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൈ കുത്തുന്നതിന് മുമ്പ് മുഖം അടിക്കും. വീണും എഴുന്നേറ്റും പോയി. എന്തിനാ വീണും എഴുന്നേറ്റും പോയപ്പോൾ മുഖം അടിച്ചടിച്ച് അവനെ കണ്ടാൽ ആളറിയാത്തവനുമായി യെശയ്യാവ് ദീർഘദർശനത്തിൽ 600 വർഷങ്ങൾ കൊണ്ട് പറയുന്നു, അവനെ കണ്ടാൽ ആളറിയാത്തവനായി അവൻ വിരൂപപ്പെട്ടു. എന്തൊരു സൗന്ദര്യമായിരുന്നു ആ കുഞ്ഞിൻ്റെ മുഖത്ത്. പാപം അവനെ വിരൂപപ്പെടുത്തി. എന്തൊരു സൗന്ദര്യമായിരുന്നു. സൗന്ദര്യം നഷ്ടപ്പെട്ട മക്കൾ, അവരുടെ സൗന്ദര്യം വീണ്ടെടുക്കാൻ അവൻ വിരൂപനായി. തമിഴ്നാട്ടിൽ നടന്ന ഒരു സംഭവം, കഥയാണോ കേട്ടതാണോ ഏതായാലും തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ളൊരു കഥയാ. ഒരു പക്ഷേ നിങ്ങളും കേട്ടിട്ടുണ്ട്. ഒരമ്മയ്ക്ക് ഇരട്ട മക്കൾ ജനിച്ചു. ഒരുപോലെ ഇരിക്കുന്ന ഇരട്ടകൾ. അങ്ങനെ ഇരിക്കുന്ന ഇരട്ടകളെ കണ്ടിട്ടുണ്ടോ? സാറന്മാർക്ക് പോലും കണ്ടെത്തിയാൽ മനസ്സിലാക്കാൻ പാടുള്ള ഇരട്ടകളെ കണ്ടിട്ടുണ്ടോ? ഒരേ ഉടുപ്പ്, ഒരുപോലെ ഇരിക്കും, ഒരേ മറുക, ഒരുപോലെ. അതുപോലെ 2 മക്കൾ. അതിലാദ്യം വന്നവൻ മൂത്തവൻ, രണ്ടാമത് വന്നവൻ ഇളയവൻ. അങ്ങനെയാണ് ടെക്നിക്കൽ. ഇവൻ മൂത്തത്, അതേ ഇളയത്. മിനിറ്റുകളുടെ വ്യത്യാസം, പക്ഷേ ഒന്ന് മൂത്തത് ഒന്ന് ഇളയത്. ഇവരൊരുപോലെ ഇരിക്കുമെങ്കിലും സ്വഭാവത്തിൽ വ്യത്യാസം. മൂത്തവൻ നല്ലവൻ, നല്ല വിശുദ്ധനായൊരു കുഞ്ഞ്. പള്ളിയിൽ പോകും, പ്രാർത്ഥനയിൽ പങ്കെടുക്കും, സൺഡേ സ്കൂളിൽ നല്ല മാർക്ക്, യൂത്തിന് നല്ല മാർക്ക്. പക്ഷേ കൊച്ചവനോ മഹാഗജ പോക്കിരി. അവൻ്റെ സ്വഭാവം നേരെ തിരിച്ച്. അവനെന്നും വഴക്കും മല്ലും പ്രശ്നങ്ങളുമായി. ഒടുവിൽ അവൻ്റെ വഴികെട്ട പോക്കിൽ നൊന്തു മനം മടുത്ത് നെഞ്ചു പൊട്ടി അപ്പം മരിച്ചു. അമ്മ മരിക്കാറായപ്പം മൂത്ത മോനോട് പറഞ്ഞു, അനിയനെ വയ്യാടാ, അവൻ പിഴച്ചു പോയി, എന്നാലും നീ അവനെ നോക്കിക്കോണേ, കളയല്ലേ, നിനക്കിനി അവനേ ഉള്ളൂ. അമ്മ മരിച്ചു. ഈ 2 സഹോദരന്മാർ തനിച്ചായി. അവൻ്റെ സ്വഭാവത്തിന് മാറ്റങ്ങൾ വന്നില്ല. ചേട്ടൻ്റെ ഉപദേശവും കണ്ണീരും ഒന്നും അവനെ മാറ്റിയില്ല. അവൻ്റെ തീരുമാനങ്ങൾ പലപ്പോഴും ക്ഷണികങ്ങളായിരുന്നു. വീണ്ടും അവൻ പഴയതിനേക്കാൾ മോശമായി. ഒരു പ്രാവശ്യം വലിയൊരു ബന്ധിൻ്റെ സമയത്ത് ബന്ധൻ അനുകൂലികൾ വരുന്നിടത്തേക്ക് ഇവൻ ധൈര്യപൂർവ്വം കയറി ചെല്ലുക, വഴക്കുണ്ടാക്കാൻ. അവൻ്റെ വാഹനമായിട്ട് ചെല്ലുമ്പോൾ അവർ തടഞ്ഞു. പക്ഷേ ഒരു പ്രകോപനവും ഇല്ലാതിരുന്ന അവരുടെ നേരെ ഇവൻ പ്രകോപനത്തോടെ ചാടി ഇറങ്ങി. അവൻ്റെ വണ്ടിക്കകത്ത് സൂക്ഷിച്ചിരുന്ന വടിവാളെടുത്ത് അവിടെ നിന്നവരെ വെട്ടി. ഒരാൾ മരിച്ചു വീണു. അനേകർക്ക് വെട്ടേറ്റു. ഇവനോടി, ജനക്കൂട്ടം അവൻ്റെ പുറകെ ഓടി. അവൻ ഇതുവഴിയൊക്കെ ഓടി. അവനെ തപ്പി അലഞ്ഞ് മറ്റവർ നടക്കുക. ഇരുട്ടിൻ്റെ മറപടിച്ച് അവൻ്റെ വീടിൻ്റെ വാതിക്കലെത്തി. പുറകിലെത്തി അടുക്കളയുടെ ഭാഗത്ത് മുട്ടി. അനിയന് വേണ്ടി മുട്ടമ്മ എന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ചേട്ടൻ മുട്ടുകെട്ടി നിർന്ന് നോക്കിയപ്പോൾ അനിയനാ, ദേഹം മുഴുവൻ ചോര, ഷർട്ടെ മുഴുവൻ ചോര, അവിടെയെല്ലാം കീറി, മുഖത്തെല്ലാം പാട്, അവിടെ ഇവിടെയെല്ലാം അടിയേറ്റ് ചോര പുരണ്ട മനുഷ്യൻ. എന്താ ചേട്ടാ, ഒന്നും ചോദിക്കല്ലേ, അബദ്ധം പറ്റിപ്പോയി, ഞാൻ കൊന്നു. ചേട്ടനകത്ത് കയറ്റി. പെട്ടെന്ന് പറഞ്ഞു, അവൻ പറഞ്ഞു, ഏത് നിമിഷം എന്നെ തപ്പി ആൾ വരും, പുറകെയുണ്ട്. ചേട്ടൻ പറഞ്ഞു, ഷട്ടൂര്, നീ പെട്ടെന്ന് പോയി കുളിക്ക്. അവനെ ഷട്ടൂരിച്ചു, മുണ്ടൂരിച്ചു, പെട്ടെന്ന് കുളിപ്പിച്ചു, ചേട്ടൻ്റെ ഉടുപ്പെല്ലാം ഇടിപ്പിച്ചു. അപ്പോഴത്തേന് ആൾക്കാർ വരുന്നു, ഫ്രണ്ട് ഡോറ് തല്ലി തുറക്കുന്നു, ആൾക്കാരെ പെരയ്ക്കകത്ത് കയറാൻ തുടങ്ങി. അനിയൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ചേട്ടൻ ഈ അനിയൻ്റെ ചോര പുരണ്ട ഷർട്ടും മുണ്ടും എടുത്തുകൊണ്ട് ജനക്കൂട്ടത്തിനിടയിലേക്ക് ചെന്നു. ജനക്കൂട്ടം ചേട്ടനെ പിടിച്ചു കെട്ടി പോലീസ് സ്റ്റേഷനാക്കി. കുറ്റം, ഒരു പ്രകോപനമില്ലാത്തവനെ വെട്ടിക്കൊന്നു. കോടതി വിധിച്ചു തൂക്കിക്കൊല. ചേട്ടൻ ജയിലിൽ കിടക്കുക. കുറ്റബോധം കൊണ്ട് നീറിയ അനിയൻ ജയിലിൽ ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ, ഞാനിതെല്ലാവരും പറയും, ചേട്ടനല്ല കൊന്നത് ഞാനാ. ചേട്ടൻ പറഞ്ഞു, ആരോടും പറയില്ലേ, നിൻ്റെ അമ്മ പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, നിന്നെ നോക്കിക്കോണം, നീ പക്ഷെ ഒരു കാര്യമായിട്ട് ജീവിക്കണം, ചേട്ടനൊരു നല്ല പേരുണ്ട്, പേര് കളയരുത്, നീനും ചേട്ടനായിട്ട് ചേട്ടന് വേണ്ടി ജീവിക്കണം. ആ രാത്രി ചേട്ടൻ കൊലപ്പെടുകയാണ്. അനിയൻ പുറത്ത്, ചേട്ടന് പകരം ചേട്ടൻ കൊല്ലപ്പെട്ടു. പകരം ഇത് തന്നെയാണ് ക്രൂശിയത്. കുരിശും നിജ തോളിലെടു ഒരുവൻ ഗിരിവേ
കയറി പോകുന്നു. ഒറ്റ കാര്യം പറഞ്ഞു കേട്ടോ. ചേട്ടൻ എന്നോട് പറഞ്ഞ ഒരു വാക്ക് യേശുവിനും പറയുന്നുണ്ട്, നീ ഇനി എനിക്ക് വേണ്ടി ജീവിച്ചോണം, നിനക്ക് പകരം ഞാൻ. 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടു. 2 കള്ളന്മാരുടെ നടുവിൽ അവർക്ക് അവരെ എന്തിനാ നടുക്കിട്ട്? നിങ്ങൾ പടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? നടുക്ക് കിടക്കുന്ന ആളുടെ ഇച്ചിരി കളന്നതാ. എന്തിനാ നടുക്ക് കിടക്കുന്നവൻ പെരുങ്കള്ളൻ എന്ന് കാണിക്കാനാണ് കളത്തിയിടുന്നത്, നടുക്കിടുന്നത്. പക്ഷേ ഇവിടെ അവർക്ക് അബദ്ധം പറ്റി. എൻ്റെ യേശുവിൻ്റെ സ്ഥാനം എപ്പോഴും നടുക്ക. 2 കള്ളന്മാരുടെ നടുക്ക്, ആകാശത്തിനും ഭൂമിക്കും നടുക്ക്, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏകമധ്യസ്ഥൻ, ഏകമധ്യസ്ഥൻ, ഏകമധ്യസ്ഥൻ. പകരം മരിച്ചു, പകരം മരിച്ചു. നമ്മുടെ ശിക്ഷ അവൻ്റെ മേലായി, നമ്മുടെ ശാപം അവൻ്റെ മേലായി. അതുകൊണ്ട് എന്താ ഗുണം? ക്രൂശിൻ്റെ ചുവട്ടി വന്നിട്ട് ഒരു മനുഷ്യൻ പറയുക, ഞാൻ പാപി, എന്നെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ വചനം പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. സകല പാപം. നിങ്ങളുടെ പാപം എത്ര കട്ടിൻ ചുവപ്പായിരുന്നാലും അതിനെ എന്തു ചെയ്യും? ഹിമം പോലെ വെളുപ്പിക്കും. ഇന്ന് എക്സ്ചേഞ്ചുകളുടെ കാലമാണ്. ഉത്സവങ്ങൾ വരുമ്പോൾ, ഓണം വരുമ്പോൾ, വിഷു വരുമ്പോൾ, ക്രിസ്മസ് വരുമ്പോൾ എക്സ്ചേഞ്ച് മേളകൾ നടക്കും. പഴയ മിക്സ്. ആദ്യത്തെ എക്സ്ചേഞ്ച് എന്താ? ലോകമതായിരുന്നു ബിസിനസ്. ചക്കയുള്ളവൻ ചക്ക കൊടുത്താൽ ചേന കിട്ടും, ചേനയുള്ളവൻ ചേന കൊടുത്താൽ കാച്ചിൽ കിട്ടും. എന്തുണ്ടോ കൊടുക്കുക, എന്ത് വേണോ മേടിക്കുക. ബാർട്ടർ സിസ്റ്റം. കാലം മുമ്പോട്ട് പോയി. പഴയ കശവ് കൊടുത്ത പുതിയ കശവ്, പഴയ ചെരുപ്പ് കൊടുത്ത പുതിയ ചെരുപ്പ്, കൂട്ടത്തിൽ പഴയ അലുമിനിയം പാത്രം ചവിട്ടി ചളക്കിയിട്ടാൽ ഇച്ചിരി പൈസ കൊടുത്ത പുതിയ അലുമിനിയം പാത്രം. ഇന്ന് അവരൊക്കെ കുറയുക, ആ വംശമൊക്കെ അന്യം നിന്ന് പോവുക. കാലം മുമ്പോട്ട് പോയി. അടുത്ത എക്സ്ചേഞ്ച് വന്നു. പഴയ മിക്സി കൊടുത്ത പുതിയ മിക്സി, പഴയ ഫ്രിഡ്ജ് കൊടുത്ത പുതിയ ഫ്രിഡ്ജ്, പഴയ AC കൊടുത്ത പുതിയ ഫ്രിഡ്ജ്, പഴയ കാറ് കൊടുത്താൽ ലോൺ മേള, പുതിയ കാറ്. എന്നാൽ പഴയ മനുഷ്യനെ കൊടുത്ത പുതിയ മനുഷ്യനാക്കുന്ന എവിടെയെങ്കിലും ഉണ്ടോ? നരച്ച മനുഷ്യനെ കറപ്പിച്ചു വിടും. പിന്നെ പിള്ളേരൊക്കെയാണ് ചെമ്പിച്ചു വിടും. പക്ഷെ പഴയ മനുഷ്യനെ പുതിയ മനുഷ്യനാക്കുന്ന ഒരു എക്സ്ചേഞ്ച് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എവിടാ? കാൽവറിയിൽ. ലോകമെമ്പാട് നോക്കിക്കോ. അതിന് പഴയ മനുഷ്യൻ പോയി യേശുവെ ഞാൻ പാവിയാന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, നരഭോജികളെ നരസ്നേഹികളാക്കിയത് മാത്രമല്ല, മദ്യപാന്മാർ, ആർക്കും വേണ്ടാത്തവർ. അമ്മ പറയുന്നു, ഈ മകൻ എനിക്ക് ഭാരമാ. ഭാര്യ പറയുന്നു, ഈ മനുഷ്യൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടകാലമെന്ന് പറയുന്നത്. ആ മനുഷ്യരിന്ന് ജീവിച്ചാൽ കൊതി തീരാത്ത പോലെ സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണുമ്പോൾ ഒറ്റ വ്യത്യാസം വരുത്തിയത്, ക്രൂശ് വരുത്തിയ വ്യത്യാസം. എന്താ കാര്യമെന്നറിയാമോ? ക്രൂശിൻ്റെ വചനം എത്ര കേട്ടാലും നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. എന്നാൽ അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിക്കകത്ത് പാപത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയും. എത്ര വർഷം പഴക്കമുള്ള ദുശീലങ്ങൾ, എത്ര വർഷം പഴക്കമുള്ള സ്വഭാവങ്ങൾ, എത്ര കാഠിന്യമേറിയ തലമുറകളുടെ പഴക്കം ചെന്ന കഠിന ശാപങ്ങളും അഴിഞ്ഞു മാറാൻ ശക്തിയുള്ള ഒന്നുണ്ട്, ക്രൂശിൻ്റെ വചനത്തിൻ്റെ ശക്തി. ഇന്ന് രാത്രി അതിന് ഈ പന്തലിനകത്ത് ആ ശക്തി, ഈ കൺവെൻഷൻ്റെ സമാപന രാത്രി, എളിയദാസൻ എൻ്റെ രക്തത്തിന് രക്തം, എൻ്റെ മാംസത്തിന് മാംസമായ ഇളകുറ്റൂര ജനങ്ങളെ, ക്രൂശിൻ്റെ വചനത്തിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാ. എന്നാൽ വിശ്വസിക്കുന്നതിന് വേണ്ടി അത് വ്യാപരിക്കുന്നത്, അത് വ്യാപരിക്കുന്നു, അത് വ്യാപരിക്കും. ഈ രാത്രി ശബ്ദ പരിധിക്കകത്ത് ആ ക്രൂശിൻ്റെ ശക്തി, ക്രൂശിൻ്റെ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. അത് ആത്മാവിൽ മനസ്സിലാക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. ഈ രാത്രി ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാ. രക്ഷിക്കപ്പെടുന്നത് നമുക്കത് ദൈവശക്തിയാവും. അവൻ്റെ ശാപം മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുന്നു. അവരുടെ മാത്രമാണോ മാറുന്നത്? അല്ല, 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 അല്ല. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാൻ VBSനൊക്കെ കണ്ടിട്ടുണ്ട്. കൊച്ചുമക്കൾ ചില പരിപാടിക്കൊക്കെ വന്നിട്ട് യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നു. അവർ വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ കുടിയൻ, അമ്മ തളർന്നു കിടക്കുന്നു, ചേട്ടൻ വഴിവഴിച്ച് പോയിരിക്കുന്നു. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളൊരു സത്യമുണ്ട്, ക്രൂശിൻ്റെ വചനവുമായിട്ട് യേശുവുമായിട്ട് ഒരൊറ്റ വ്യക്തി ഒരു വീടിനകത്ത് കയറിയാൽ അവനെ മാത്രമല്ല അവൻ്റെ വീടിനെ വിടിവിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഒറ്റയ്ക്ക് ഇറങ്ങിയവരെ, ഒറ്റയ്ക്ക് നിൽക്കുന്നവരെ ഒരൊറ്റ ഒരുത്തൻ അതിനകത്ത് യേശുവായിട്ട് ആ വീടിനകത്ത് ഇന്ന് ആ വീടിനകത്ത് രക്ഷ വ്യാപരിക്കുക. അല്ല, കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിയവർ, ഒറ്റയ്ക്ക് വന്നവർ, നിഷ്കാസിതരായവർ, ഒരു ദേശത്ത് ഒറ്റയ്ക്ക് ഒരുത്തനുണ്ടെങ്കിലും ആ ദേശത്തെ വിടിവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാവും. എന്താ? കർത്താവ് യേശു വിശ്വസിക്കുക, എന്നാ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. ഈ രാത്രി ആ രക്ഷയുടെ ശക്തി, ക്രൂശിൻ്റെ ശക്തി നമ്മുടെ നടുവിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുക, 'വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, 'എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും.' 'എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും.' 'എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും.' 'എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും.' 'എൻ്റെ പ്രിയമുള്ളവരെ,
ഭാരതത്തിൻ്റെ സിനാരിയോ മാറുകയാണ്. വടക്കേന്ത്യൻ ഗ്രാമങ്ങൾ നിങ്ങൾ കാണുന്നു, ഓടിച്ചിട്ട് തല്ലുന്നു, പേപ്പട്ടിയെ പോലെ തല്ലുന്നു. വെറും തല്ലല്ല, തല്ലുക. അതിൻ്റെ വീഡിയോ എടുക്കുന്നു, അവർ തന്നെ എടുക്കുന്ന, തല്ലുന്നവർ തന്നെ. എന്തിനാ? അടുത്താക്കം തല്ലാനുള്ള പ്രചോദനം ഉണ്ടാകാൻ. എന്നിട്ട് പറയുന്നു ഇത് വിളിക്കുക, അത് കളയാൻ. പലരും വിളിക്കില്ല. എന്തുകൊണ്ടാണ് വിളിക്കാത്തതെന്നറിയാമോ? എനിക്കിപ്പം വയസ്സ് 52. യേശുവിനെ കള, കഴുത്തെ വടിവാള് അല്ലേ കൊല്ലും. വടിവാളൊക്കെ എൻ്റെ കഴുത്തിലും വെച്ചിട്ടുണ്ട്, സുശേഷയിലായിട്ട് ബന്ധപ്പെട്ട് തന്നെ. നേരം വെളുക്കോളം ഒരുത്തം വെച്ചുകൊണ്ടിരുന്നു, ഒരു 3 മണി വരെ. അവൻ്റെ കൈ കഴിച്ചപ്പോൾ അവനങ്ങ് പോയി, അത്രയേ ഉള്ളായിരുന്നു. അത് വേറെ സംഭവം. ഒരുത്തിനെ രക്ഷിക്കാൻ പോയതാ, എൻ്റെ പൊന്നെ. എന്നാലും എൻ്റെ പൊന്നു പ്രിയരെ, കഴുത്തെ വടിവാൾ വെച്ചിട്ട് കളയണം ചോദിക്കുമ്പോൾ, യേശുവിനെ കളയാൻ ചോദിച്ചാൽ അവർ കളയത്തില്ല. ഞാൻ കുറേ പേരെ കണ്ടു ഉത്തരേന്ത്യയിൽ. ഒരു പാസ്റ്ററെ പിടിച്ച് ജയിലിലിട്ടേക്കുക, 500 പേരുണ്ട്. പാസ്റ്ററുടെ പേര് ചുമത്തപ്പെട്ട കുറ്റങ്ങളെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചത് ഉൾപ്പെടെ കുറ്റമാണ്. ചുമ്മാ കെട്ടി വെക്കുക. അടുത്ത കാലത്തോ വർഷങ്ങളോ മനുഷ്യൻ പുറത്തു വരത്തില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ കണ്ടു. 16 വയസ്സുള്ള പുള്ളിയുടെ മോളങ്ങ് പുലി, അവളാ പാസ്റ്റർ. എന്തുകൊണ്ടാണെന്നറിയാം? യേശുവിനെ കളയാത്ത. യേശുവിനെ കളഞ്ഞാൽ ഞാൻ ഇനി എത്ര നാൾ ജീവിക്കും? കൂടി എന്നാൽ 10-20 വർഷം ഞരങ്ങി കുറ്റബോധം കൊണ്ട് നീറിപ്പുകഞ്ഞ് ജീവിക്കും. എന്നാൽ യേശുവിനെ വേണമെന്ന് പറഞ്ഞിട്ട് അന്നേരം ഓർത്തോണം, ഇനിയ കാലം വരിക, റെഡി ആയിക്കോണം. അന്നേരം കഴുത്തറ്റ് വീണാലും നിത്യത പുലരും, കർത്താവ് വരും. മരിച്ചവർ അക്ഷരായി ഉയർക്കുമ്പോൾ ജീവനെ വെറുത്തതോ രക്തസാക്ഷി സംഘത്തിൽ ഒരു പറ്റമോ വിശ്വാസികൾ ലോകം പാടുന്നെഴുന്നേറ്റ് വരും. അത് വിശ്വസിക്കുന്നവരൊക്കെ കരമടിച്ച് സ്തുതിച്ച് കളയരുത് യേശുവിനെ. അന്നേരം യേശുവിനെ വേണ്ടാന്ന് പറഞ്ഞ് ജീവിച്ച എന്തൊരു ജീവിതം! ടൈറ്റാനിക്കുന്ന കുട്ടികളും അമ്മമാരും രക്ഷപ്പെട്ടോളം പറഞ്ഞപ്പോൾ ചാടിക്കറി ഒരുത്തൻ്റെ കഥ കേട്ടിട്ടില്ല. ജീവകാലം മുഴുവൻ നാണം കെട്ട് ജീവിച്ചു. പക്ഷെ അന്നേരം മരിച്ചു വീണാലും കർത്താവ് വരും. മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ഹല്ലേലൂയ! യേശു വരുന്നേ, പൊന്നേശു വരുന്നേ. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? വരവിനായി തൻ വചനം പോൽ നീ. നമുക്കൊന്ന് പാടി ദൈവത്തെ സ്തുതിക്കണ്ടേ? എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ ഒറ്റ കാര്യം കൂടെ ചോദിക്കുക. യേശു മരിച്ചു. സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവം മരിക്കുവോ? ദൈവത്തിന് മരിക്കാൻ ഒക്കുവോ? ഇല്ല. ദൈവമാരാ? ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ദൈവൻ മരണമില്ലാത്തവൻ. ദൈവം മരിക്കില്ല. പക്ഷെ ദൈവം എന്തിനാ മരിച്ചത്? ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ യേശു മരണം ആസ്വദിച്ചു, മരിച്ചു. ഈ മരണം എങ്ങനെ നമ്മുടെ മരണമാക്കാം? ഒറ്റ വഴി. റോമാലേഖനം 6-ാം അധ്യായം. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ നിങ്ങൾ അവന്റെ മരണം നിങ്ങളുടെ മരണമാക്കി മാറ്റും. മനസ്സിലെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ കാര്യം, ക്രൈസ്തവേതര പശ്ചാത്തലത്തിൽ പിറന്ന് വളർന്ന ഒരു പെൺകുട്ടി കോവിഡിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ എന്നെ തേടി വന്നു. എങ്ങനെ വന്നു? എങ്ങനെയോ സുവിശേഷം കേട്ടവൾ. അവൾ എവിടെയോ എൻ്റെ ഒരു പ്രസംഗം കേട്ട കുട്ടി വന്നു. നല്ല സുന്ദരിയായൊരു കുട്ടി എന്നോടൊരു കാര്യം പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. ഞാൻ ചോദിച്ചു, നീ ആര്? എന്നെ ചതിക്കാനാണോ? പക്ഷേ അവൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഷീ വാസ് സീരിയസ്. അവിടെ കൈ ഡ്രസ്സില്ല. എൻ്റെ ഭാര്യയുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവൾ കുളത്തിലിറങ്ങി. പെൺകുട്ടി ഒറ്റ കണ്ടീഷൻ പറഞ്ഞു, പാസ്റ്ററെ ഫോട്ടോ എടുക്കരുത്, ഞാൻ ആരാൻ ചോദിക്കരുത്, ഇനിയും എന്നെ കാണുമെന്നറിയില്ല. സ്നാനപ്പെട്ടപ്പോൾ ഞങ്ങൾ ഉപദേശിമാരെ പറയുന്ന ഒരു വാക്ക് എല്ലാം മനപ്പാടാ, അത് നമ്മുടെ മെമ്മറി ഇരിപ്പുണ്ട്. സ്നാനപ്പെടുത്തി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മരണപര്യന്തം എന്തായിരിക്കണം? ജീവകരണം കെട്ടും. തിരിച്ചുള്ള മറുപടി ഒരൊറ്റ കലറ്, ജീവപര്യന്തം വിശ്വസ്തയായിരിക്കും. 20 മിനിറ്റ് ആ പെൺകുട്ടി അവിടെ നിന്ന് കരഞ്ഞു. എന്നിട്ട് അവൾ കയറിപ്പോയി. ഞാൻ പിന്നെ അവളെ കണ്ടിട്ടില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാ, നിത്യത പുലരുമ്പോൾ ഞാൻ അവളെ കാണും. ഇന്ന് രാത്രി യേശുവിൻ്റെ മരണം നമ്മുടെ മരണമാക്കാൻ കർത്താവ് വെച്ചിരിക്കുന്നൊരു വഴി എന്താ? സ്നാനം. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ചെറിയ അസ്വസ്ഥതകൾ അവിടെയൊക്കെ ഉണ്ട്, അതിൻ്റെ ആൾക്കാരെല്ലാം ഇത് ചെയ്തോളും. നമ്മുടെ ആരും എങ്ങോട്ടും മനസ്സിനെ തിരിക്കണ്ട. നമ്മുടെ കർത്താവ് വരാറായി. യേശുവിനെ കളയരുത്. നമുക്ക് പകരം മരിച്ച ഒരുവൻ മരിച്ചത് എന്തിനാ? നിത്യജീവൻ തരാൻ. കർത്താവ് വരുമ്പോൾ യുഗായുഗങ്ങൾ. അതുകൊണ്ട് എനിക്ക് ഒരൊറ്റ കാര്യം ഈ കൺവെൻഷനിൽ പറയാനുണ്ട്. ദൈവം എന്നോട് പറഞ്ഞു, എല്ലാവരും പറയണോ, യേശുവിനെ കളയരുത്, യേശുവിനെ കളയരുത്, ഈ സുവിശേഷത്തെ കളയരുത്, ഈ കർത്താവിനെ കളയരുത്, മരിച്ചു വീഴേണ്ടി വന്നാലും കളയരുത്. എന്താ കാര്യം?
അങ്ങനെ മരിച്ചു കളഞ്ഞിട്ട് ജീവിച്ചാൽ കുറ്റബോധത്തിന്റെ നെരിപ്പോടിനകത്ത് ഞെരിഞ്ഞമർന്നിട്ട് പ്രിയമുള്ളവരെ മരിക്കോ എന്നാ അതിലും ഭേദമാ അന്നേരം മരിച്ചു വീണാലോ. കർത്താവ് വരുമ്പോൾ, യേശു വരുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കുമ്പോൾ പ്രത്യാശയുള്ള ദൈവജനം അന്ന് ഉയർത്തും. അന്ന് യുഗങ്ങൾ നമ്മുടെ കർത്താവിനോടൊപ്പം വാഴും.